അധ്യായം ബ്രാഹ്മണനാണ്. എത്ര ഹി ദ്വൈതമിവ ഭവതി തദിതരൈതരം ജിഘ്രതി തദിതരൈതരം പശ്യതി തദിതരൈതരം ശൃണോതി തദിതരൈതരം അഭിവദതി തദിതരൈതരം മനുതേ തദിതരൈതരം വിജാനാതി യത്ര വാസ്യ സർവമാത്മൈവ ഭൂത് തത്കേനകം ജിഘ്രേത് തത്കേനകം പശ്യേത് തത്കേനകം ശൃണുയാത് തത്കേനകം അഭിവദേത് തത്കേനകം മന്യേത തത്കേനകം വിജാനീയാത് യേനേദം സർവം വിജാനാതി തം കേന വിജാനീയാത് വിജ്ഞാതാരമരേക്കേന വിജാനീയാതിഥി. തസ്മാത് പരമാർത്ഥ ആത്മേകത്വപ്രത്യയേ ക്രിയാകാരക ഫലപ്രത്യനുപത്തി. തസ്മാത് പറയും. അതുകൊണ്ട് എന്തുകൊണ്ട് ആത്മം വ്യതിരകേണ നാസ്തികയുണ്ട്. ആത്മാ ഭിന്നമായി ഒന്നും തന്നെയില്ല. അതുകൊണ്ട് പക്ഷെ ആത്മ ഭിന്നമായി താൻ അനുഭവിക്കുന്നുണ്ട്. എന്തൊക്കെ? ക്രിയാകാരക ഫലം. കർമ്മം പറയുന്നു. എന്റെ കർമ്മം, ഞാൻ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ, അതിൽ വരുന്ന കർത്തവ്യബോധം. ഈ കർമ്മം ഞാൻ ചെയ്യേണ്ടതാണ്. ഭാഷ്യകാരൻ പറയുമ്പോൾ അത് പ്രധാനമായിട്ടും വൈദിക കർമ്മങ്ങൾ ഉദ്ദേശിച്ചിട്ട് കർമ്മത്തിലെല്ലാം കർത്തൃത്വ ബുദ്ധി വരുന്നു. അതാണ് കാരകം. ഞാൻ കർത്താവാണ്, ഞാൻ ചെയ്യുന്നവനാണ്. കർത്താവ് കരണം, ഇന്നതുപയോഗിച്ച് ഇന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ ചെയ്യണം. ഇത്തരത്തിലുള്ള ഭേദബുദ്ധി ഇത് സാധാരണ ഉള്ളതാണ്. പക്ഷെ മുമ്പ് പറഞ്ഞ പരമാർത്ഥ ആത്മീകത്വപ്രത്യം പരമാർത്ഥമാണ്. ഈ ഒരു അറിവ് ക്രിയാകാരക ഫല ഭേദത്തോടുകൂടി ആ കർമ്മം ചെയ്തതിലേക്ക് ഇന്ന ഫലത്തെ നേടണം. ഈ ഫലത്തോടുകൂടി ഇതിന് മിഥ്യാജ്ഞാനം എന്ന് പറയുന്നു. മറിച്ച് മുമ്പ് പറഞ്ഞത് ആത്മവ്യതിരേകേണ നാസ്തികിഞ്ചിത്. ആത്മവ്യതിരിക്തമായി ഒന്നും ഇല്ല എന്നറിയുന്നവന് പിന്നെ ഇവിടെ കർത്തൃത്വം, പിന്നെ എവിടെയാണ് അവന് കർമ്മം, ഏത് ഫലം, അങ്ങനൊരു ഭേദമില്ല. അത് എന്താണ്? പരമാർത്ഥ ആത്മീകത്വപ്രത്യം. നമ്മുടെ ആത്മീകത്വം എന്ന് പറയുമ്പോൾ
സാധാരണ പറയുന്നത് ജീവാത്മ പരമാത്മേകത്വം. പക്ഷെ ഇവിടെ ജീവാത്മ പരമാത്മേകത്വം എന്ന് മാത്രമല്ല, നാസ്തി കിഞ്ചിത്ത് എന്ന് പറഞ്ഞു. ഒന്നും തന്നെ ഇല്ല വേറിട്ട്. അത് പരമാത്മാവ് മാത്രമല്ല. ഇവിടെ പറയുന്ന ക്രിയാകാരക ഫലം എന്ന് പറയുമ്പോൾ അതിൽ സർവവും അന്തർഭവിച്ചു കഴിഞ്ഞു. ശരീരം ഉൾപ്പെടെയുള്ള ബാഹ്യപ്രപഞ്ചവും, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലുള്ള അവസ്ഥാത്രയവും, ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയും സർവവും ഇതിൽ അന്തർഭവിച്ചു കഴിഞ്ഞു. അതിന് അന്തർഭവിച്ചു കഴിഞ്ഞാൽ അതിന് പരമാർത്ഥ ആത്മീകത്വ പ്രത്യേകം എന്ന് പറയുന്നു. അത് പരമാർത്ഥമായ ആത്മീകത്വ പ്രത്യേകമാണ്. ആത്മാ താൻ തന്റെ ഏകത്വം സർവത്ര, ഏകത്വം എന്ന് പറയുന്നത് അന്യമായി ഒന്നിനെയും ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടൊരു ഏകത്വ പ്രത്യേകം എന്ന് പറയും. അതോ വിരോധാത് ബ്രഹ്മവിധ ക്രിയാനന്ത സാധനാനുജ അത്യന്തമേ. അതുകൊണ്ടാണ്, എന്തുകൊണ്ട് പറയുന്നു ഈ തത്വബോധമുള്ളവന് കർമ്മം ഇല്ല എന്ന്? കർമ്മം മാത്രം നിഷേധിക്കാൻ വേണ്ടി പറയുന്നതല്ല, കർമ്മത്തെയോ അതിന്റെ ഫലത്തെയോ ഒന്നും നിഷേധിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഈ പറയുന്നതായ പരമാർത്ഥാത്മീക പ്രത്യം, ആത്മീകത്വ പ്രത്യം, ആത്മീകത്വ ബോധം, ആ ബോധത്തിൽ വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ക്രിയാകാരക ഫല ജ്ഞാനം, മിഥ്യാജ്ഞാനം, രണ്ടും കൂടെ ഒരുമിച്ചിരിക്കത്തില്ല. ഏകത്വജ്ഞാനത്തിന് വിരോധമാണെന്ന് പറഞ്ഞാൽ പിന്നീട് അവിടെ മിഥ്യാജ്ഞാനം കാണത്തില്ല, നശിച്ചു പോകും. വെളിച്ചത്തിന് വിരോധമാണ് ഇരുളെന്ന് പറഞ്ഞാൽ അത് നശിച്ചു പോകും. അയാളെ സംബന്ധിച്ചിടത്തോളം ആ മിഥ്യാജ്ഞാനം നശിക്കും. ഇവിടെ വരുന്ന വിരോധം എവിടെയാണ് വരുന്നത്? ജ്ഞാനത്തിലാണ്. അതാണ് ഇവിടുത്തെ പ്രാധാന്യം. ഒന്ന് പരമാർത്ഥയുഗത്വജ്ഞാനം, മറ്റൊന്ന് മിഥ്യാജ്ഞാനം. ഈ രണ്ട് ജ്ഞാനത്തിലുമാണ് ഇവിടെ വിരോധം വരുന്നത്. പരമാർത്ഥയുഗത്വജ്ഞാനത്തിൽ മിഥ്യാജ്ഞാനമില്ല. ക്രിയാകാരക ഫല പ്രത്യയാനുഭൂതി എന്ന് പറഞ്ഞത്, ക്രിയാകാരക ഫലപ്രത്യം എന്ന് വെച്ചാൽ ജ്ഞാനം. ആ ക്രിയാകാരക ഫലപ്രത്യേകതയാണ് മിഥ്യാജ്ഞാനം. ഒരു ജ്ഞാനം വേറൊരു ജ്ഞാനത്തിന് വിരുദ്ധമായി വരുന്നു. ഏതുപോലെ? സ്വപ്നവും ജാഗ്രതയും പോലെ. ഈ ജാഗ്രതത്തിനെ യഥാർത്ഥ ജ്ഞാനമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, സ്വപ്നത്തെ മിഥ്യാജ്ഞാനമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഈ ജാഗ്രത ജ്ഞാനത്തിൽ പിന്നെ സ്വപ്നജ്ഞാനത്തിന് നിൽക്കാനേ പറ്റുന്നില്ല. ഒരു തരത്തിലുള്ള ലേശം പോലും സ്വപ്നജ്ഞാനത്തിന് നിൽക്കാൻ കഴിയില്ല. അത്യന്ത വിരുദ്ധമാണ്. ഇവിടെ ആണ് ഇത് രണ്ടും. മറ്റൊന്ന് പറയുന്നത് എന്താണോ? അജ്ഞാനവും ജ്ഞാനവും, ജ്ഞാനാഭാവവും ജ്ഞാനവും, അതൊന്നും. മറ്റൊന്ന് മിഥ്യാജ്ഞാനവും ഏകത്വജ്ഞാനം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പറയുന്നത് ആ ഏകത്വജ്ഞാനത്തിൽ അജ്ഞാനമെന്നോ അവിദ്യയെന്നോ പറയാം, മായെന്നോ എന്താണ് പറയാം. അവിടെ മിഥ്യാജ്ഞാനത്തെ നശിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ജ്ഞാനാഭാവമായ അജ്ഞാനം നശിക്കുന്നു എന്ന് പറയും. അതിനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഉദാഹരണം പറഞ്ഞത്. പാത്രം ഉണ്ടാകുമ്പോൾ അതിന്റെ ഇല്ലായ്മ നശിച്ചു, അതുകൊണ്ട് അജ്ഞാനം നശിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെ പറയാം. മിഥ്യാജ്ഞാനം നശിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ഏകത്വജ്ഞാനം വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ ജ്ഞാനത്തിന്റെ അറിവില്ലായ്മ അത് പോയി. അങ്ങനെയൊന്നുമില്ല അറിവില്ലായ്മ എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് അങ്ങനെ ഒരു വസ്തുവില്ല. പക്ഷെ അത് ജ്ഞാനത്തിന്റെ ഇല്ലായ്മയാണ്, അഭാവമാണ്. അത് പോകുന്നു. അതൊന്ന്.
മറ്റൊന്ന് ഇവിടെ പറയുന്നത് എന്താണ്? ഒരു ജ്ഞാനം മറ്റൊരു ജ്ഞാനത്തിന് വിരോധിയാവും. ഇതിന് രണ്ടിനുള്ള ഉദാഹരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്നിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ജ്ഞാനം വരുമ്പോൾ അജ്ഞാനം നശിക്കുന്നു. അതിനാണ് നമ്മൾ ഉദാഹരണം പറഞ്ഞെന്താണ്? അജ്ഞാനം, അതിനുദാഹരണമാണ് സുഷുപ്തി. അവിടെ ഈ ജ്ഞാനത്തിന്റെ ഇല്ലായ്മയുണ്ട്. ഈ ജ്ഞാനം വന്നു, ഇനി ഇവിടെ സുഷുപ്തിയുണ്ടോ? ഇല്ല. സുഷുപ്തി എന്ന് പറയുമ്പോൾ ഏതൊരില്ലായ്മയാണോ ഉണ്ടായിരുന്നത് അതുണ്ടോ ഇവിടെ? ഇല്ല. തുര്യൻ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ആ ഇല്ലായ്മ അതില്ല. ജാഗ്രത്തിൽ ആ സുഷുപ്തിയില്ല. ആണ് രണ്ടും തമ്മിൽ വ്യത്യാസം. ഇവിടെ എല്ലാം അറിയുന്നു, അവിടെ ഒന്നും അറിയുന്നില്ല. അപ്പോൾ ആ ഒന്നും അറിയുന്നില്ല എന്നുള്ള അത് ആ ഭാവം ജാഗ്രതയിലില്ല. അപ്പം നമുക്കറിയാം എന്താണ്? ജാഗ്രതയിൽ അജ്ഞാനം ഉണ്ടായിരുന്നു, അല്ല സുഷുപ്തിയിൽ അജ്ഞാനം ഉണ്ടായിരുന്നു, ഇവിടെ ജ്ഞാനമുണ്ട്. സുഷുപ്തിയിലൊന്നും അറിഞ്ഞില്ല, ഇവിടെ എല്ലാം അറിയുന്നു. അപ്പോൾ ഇത് ജ്ഞാനം അജ്ഞാനത്തെ അല്ലെങ്കിൽ ജ്ഞാനാഭാവത്തെ നശിപ്പിക്കുന്നതിന് കാരണം. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? സുഷുപ്തിയിൽ അജ്ഞാനമുണ്ട്, അതിനോട് എതിർക്കേണ്ട കാര്യമില്ല. ഉണ്ടായിരുന്നു, കാരണം അവിടെ ഒന്നും അറിഞ്ഞില്ല. അവിടെ ഒന്നും അറിഞ്ഞില്ലല്ലോ, ഇവിടെ ഇപ്പോൾ എല്ലാം അറിയുന്നുണ്ടല്ലോ. പക്ഷെ എന്താണ് ആ ജ്ഞാനം? അത് ഈ ജ്ഞാനത്തിന്റെ ഇല്ലായ്മ. ഇതുപോലെ സംഭവിക്കുന്നു. ഇവിടെ പറയുന്നു പരമാർത്ഥ ഏകത്വ ജ്ഞാനത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ആ ജ്ഞാനം, ജ്ഞാനത്തിന്റെ ഇല്ലായ്മ, അറിവില്ലായ്മ, അത് നശിക്കുന്നു. ഇനി രണ്ടാമത്തെ ഉദാഹരണം എന്താണ്? ജാഗ്രതത്തിലേക്ക് വരുന്നു. ഈ ജ്ഞാനത്തിൽ സ്വപ്നം പോകുന്നു, സ്വപ്നം പൂർണ്ണമായി ഇല്ലാതാകുന്നു. സ്വപ്നം എന്ന് പറയുന്നത് എന്താണ്? അത് മിഥ്യാജ്ഞാനം. ജാഗ്രത ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? പരമാർത്ഥജ്ഞാനം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇതിനെ പരമാർത്ഥജ്ഞാനമായിട്ടെടുക്കും. അപ്പോൾ പരമാർത്ഥജ്ഞാനത്തിൽ സ്വപ്നജ്ഞാനം പൂർണ്ണമായും ബാധിക്കുന്നു, ഇല്ലാതായി പോകുന്നു. അത് നിൽക്കാൻ കഴിയുന്നില്ല. എങ്ങനെയാണോ സുഷുപ്തിക്ക് ഈ ജാഗ്രതത്തിൽ അറിവില്ലായ്മയ്ക്ക് ഇവിടെ തുടരാൻ കഴിയാത്തത്, അതുപോലെ സ്വപ്നത്തിൽ അറിവിന് ഇവിടെ തുടരാൻ കഴിയുന്നില്ല. സ്വപ്നത്തിലെ അറിവും സ്വപ്നമാകുന്ന അറിവ് അതും ഈ ജാഗ്രതത്തിൽ എന്തു പറയും? ഇല്ലാതായി പോകുന്നു. അതുപോലെ പരമാർത്ഥജ്ഞാനത്തിൽ മിഥ്യാജ്ഞാനം നശിക്കുന്നു. അപ്പോൾ ജാഗ്രത ജ്ഞാനം എങ്ങനെയാണോ ഇത് രണ്ടിനും ഉദാഹരണമാകുന്നു. രണ്ടു തരത്തിൽ ജ്ഞാനാഭാവം അതില്ലാതാകുന്നതിനും പിന്നെ മിഥ്യാജ്ഞാനം ഇല്ലാതാകുന്നതിനും ഉദാഹരണമാകുന്നത്. അതുപോലെ ഇവിടെ പറയുന്ന പരമാർത്ഥ ഏകത്വജ്ഞാനം, ഈ ഏകത്വജ്ഞാനത്തിൽ ആ ഏകത്വജ്ഞാനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ അത് നശിക്കുന്നു. ഇനി ഈ ഏകത്വജ്ഞാനത്തിന് വിപരീതമായിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞു വിരോധമായിരുന്ന മിഥ്യാജ്ഞാനവും നശിക്കുന്നു. ഏകത്വജ്ഞാനം. അപ്പോൾ ജ്ഞാനവും തമ്മിലാണ് വിരോധം. ജ്ഞാനവും അജ്ഞാനവും തമ്മിലാണ് വിരോധം. അത് ആണ് ഈ മൂന്നവസ്ഥകൾ. ഈ തത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്നവസ്ഥകൾ ജീവന് കൊടുത്തിരിക്കുന്നത്. ഈ തത്വം മനസ്സിലാക്കുക എന്നുള്ള ഒരു പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ജാഗ്രത മാത്രം മതിയായിരുന്നല്ലോ. എന്തിനു സുഷുപ്തി സ്വപ്നവും വന്നു? ഇവിടെ അദ്വൈതം മനസ്സിലാക്കുന്ന ഈ മറ്റു രണ്ടവസ്ഥകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് വാസ്തവത്തിൽ ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഈ തത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഈ രീതി മനസ്സിലാക്കുക. അപ്പൊ ജ്ഞാനവും തമ്മിലാണ് വിരോധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ഈ വ്യവഹാരം? ഇവിടെ നോക്കുക, ഇവിടുത്തെ വ്യവഹാരം എന്ന് പറയുന്നത് ഈ മിഥ്യാജ്ഞാനത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മിഥ്യാജ്ഞാനത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആരും മനസ്സിലാക്കുന്നില്ല. താൻ സച്ചിദാനന്ദമാണ്, ആരും മനസ്സിലാക്കുന്നില്ല. മറിച്ച് ഞാൻ ശരീരമാണ് എന്ന് തുടങ്ങി ജനന മരണങ്ങൾ, ബന്ധമോക്ഷങ്ങൾ തുടങ്ങി ധാരാളം വ്യവഹാരം. ഇതിനാണ് വ്യവഹാരം എന്ന് പറയുന്നത്. വാക്കും മനസ്സും പ്രവൃത്തിയും. ഇത് മിഥ്യാജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യവഹാരം ഇവിടെ പറയുന്നത് ജ്ഞാനവും തമ്മിലെ വിരോധം എന്നാണ്. ജ്ഞാനവും തമ്മിലെ വിരോധം വന്നു കഴിഞ്ഞാൽ ഈ വ്യവഹാരത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നിടത്ത് നമുക്കറിയാം, അവിടെ പിന്നീടൊന്നും ശേഷിക്കുന്നില്ല. സുഷുപ്തിയിലുണ്ടായിരുന്ന അജ്ഞാനം ജാഗ്രതത്തിലെ ജ്ഞാനം കൊണ്ട് നശിച്ചു. പിന്നെ എന്തെങ്കിലും ശേഷിക്കുന്നു? ആ അജ്ഞാനത്തെ സംബന്ധിച്ചുള്ള ഒന്നും തന്നെ ശേഷിക്കുന്നു. പൂർണ്ണമായി അത് നശിച്ചു. കാരണം അവിടെ പൂർണ്ണമായ അറിവില്ലായ്മയായിരുന്നു. ഇവിടെ വന്നപ്പോൾ പൂർണ്ണമായ അറിവായി. അപ്പോൾ ആ അറിവില്ലായ്മയുടെ അപൂർണത അത് നിശേഷം പോയി. നല്ല അറിവിലല്ലേ ഇരിക്കുന്നു ജാഗ്രത. ഇനി അത് അറിവില്ലായ്മ നശിച്ചപ്പോൾ, ജാഗ്രതത്തിൽ അറിവില്ലായ്മ നശിച്ചപ്പോൾ, ഇനി ജാഗ്രതത്തിൽ മിഥ്യാജ്ഞാനം നശിക്കുമ്പോഴോ? മിഥ്യാജ്ഞാനം എന്ന് പറയുമ്പോൾ എപ്പോഴും അത് അതിനെ ആശ്രയിച്ചാണ് വ്യവഹാരം നടക്കുന്നത്. അജ്ഞാനത്തെ ആശ്രയിച്ച് വ്യവഹാരമില്ല. സുഷുപ്തിയിൽ വ്യവഹാരമില്ല, അറിവില്ലായ്മ മാത്രം, അല്ലെങ്കിൽ കേവലമായ തുര്യൻ മാത്രം. അവിടെ ഒരു വ്യവഹാരവും നടക്കത്തില്ല. അതായത് വാക്ക്, മനസ്സ്, പ്രവൃത്തി ഒന്നും നടക്കുന്നില്ല. സ്വപ്നം അങ്ങനെയല്ല. അതുകൊണ്ടാണ് സുഷുപ്തിയെ അറിവില്ലായ്മയെന്ന്, സ്വപ്നത്തെ അജ്ഞാനമെന്നും പറയുന്നു. സ്വപ്നത്തെ അജ്ഞാനം എന്ന് എന്തുകൊണ്ട് പറയുന്നത്? മിഥ്യാജ്ഞാനമാണ്. സുഷുപ്തി അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അറിവില്ലായ്മയാണ്. ആ സ്വപ്നത്തിലെ മിഥ്യാജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താണ്? ആ മിഥ്യാജ്ഞാനം അവിടെ വ്യവഹാരം നടക്കും. അവിടെ ജ്ഞാനമുണ്ട്, ജ്ഞാനത്തിന് വിഷയങ്ങളുമുണ്ട്. ഇത് സുഷുപ്തിയിലുണ്ടോ? സുഷുപ്തിയിൽ അതില്ല. ജാഗ്രതത്തിലേക്ക് വരുമ്പോഴോ അവിടുത്തെ ആ ജ്ഞാനവും പോയി, ആ ജ്ഞാനത്തെ ആശ്രയിച്ച് കിടന്ന വ്യവഹാരങ്ങളും പോയി. ഏത് തരത്തിലുള്ള വ്യവഹാരമാണ് പോയത്? മിഥ്യാജ്ഞാനത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരം പോയി. അതെങ്ങനെ പോയി? പൂർണ്ണമായും നശിച്ചു. മിഥ്യാജ്ഞാനത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരം ലേശം പോയി. അപ്പോൾ ജാഗ്രത എന്ന് പറയുന്ന പരമാർത്ഥ ജ്ഞാനത്തിലേക്ക് വന്നപ്പോൾ അജ്ഞാനം എന്ന് പറയുന്നത് പൂർണ്ണമായും പോയി. മിഥ്യാജ്ഞാനത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങളും പൂർണ്ണമായും പോയി. അവിടുത്തെ ആനയും കുതിരയും ഒന്നിവിടെ കാണുന്നില്ല. അതാണ് മിഥ്യാജ്ഞാനത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരം. അത് ജാഗ്രതത്തിൽ ഇല്ല, പൂർണ്ണമായും നശിച്ചു. അപ്പോൾ ഇനി പരമാർത്ഥ ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ ഒന്ന്, അജ്ഞാനം പൂർണ്ണമായും നശിക്കുന്നു. എങ്ങനെയാണോ ജാഗ്രതത്തിലേക്ക് വന്നപ്പോൾ അജ്ഞാനം പൂർണ്ണമായും നശിച്ചത്, അവിടെ അതാണ് വിരോധം. വിരോധം എന്താണെന്ന് വിശദീകരിക്കുകയാണ്. എന്താണ് പറഞ്ഞതോ? വിരോധാത് ബ്രഹ്മവിദ. ബ്രഹ്മജ്ഞാനിയുടെ വിരോധം എന്താണ്? ഈ പരമാർത്ഥ ജ്ഞാനത്തിലേക്ക് വന്നപ്പോൾ ആ ജ്ഞാനം, സുഷുപ്തിയിലെ അജ്ഞാനം പൂർണ്ണമായും നശിച്ചത് എങ്ങനെയാണോ, എന്നിട്ട് പൂർണ്ണമായ ജ്ഞാനത്തിലേക്ക് ജാഗ്രതത്തിൽ എങ്ങനെയാണോ വരുന്നത്, അതുപോലെ അജ്ഞാനം പൂർണ്ണമായും നശിക്കും. ആ ജ്ഞാനം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ? ബ്രഹ്മജ്ഞാനി അല്ലെങ്കിൽ ഈ തത്വത്തെ അറിയുന്നവൻ സംബന്ധിച്ചു അജ്ഞാനം, സംശയം, വിപര്യം എന്ന് പറയുന്ന 3 ദോഷങ്ങളില്ല. അവനൊരിക്കലും ആ തത്വത്തെക്കുറിച്ച് അവന് സംശയമില്ല, ആ തത്വത്തിൽ അവന് വിപര്യമില്ല, ഒരിക്കലും തത്വത്തെ ഞാൻ അറിയുന്നില്ല എന്നുള്ളൊരു ഭാവമില്ല. എന്താണ് പരമാർത്ഥം
എന്താണ് പരമാർത്ഥമല്ലാത്തത്, എന്താണ് ആത്മാവ്, എന്താണ് അനാത്മാവ്, ഈ കാര്യങ്ങളിൽ അയാൾക്ക് പൂർണ്ണമായ ബോധമുണ്ട്. എന്താണ് അജ്ഞാനം, എന്താണ് മിഥ്യാജ്ഞാനം, അല്ലെങ്കിൽ മിഥ്യാജ്ഞാനം എങ്ങനെയാണ് അജ്ഞാനമായിട്ടും മിഥ്യാജ്ഞാനമായും മാറുന്നത്, എന്താണ് ജഗത്തിന്റെ സ്ഥിതി എന്ന് തുടങ്ങി ആത്മനിഷ്ഠമായി യാതൊരു തരത്തിലുള്ള അജ്ഞാനവും അവിടെ ശേഷിക്കുന്നില്ല. അതുവരെ എന്താണ് ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞതുപോലെ പിന്നീട് പറയാൻ കഴിയില്ല, താൻ എന്താണെന്ന് എനിക്കറിയാം. അവിടെ ജാഗ്രതത്തിൽ എങ്ങനെയാണോ അജ്ഞാനത്തെ പൂർണ്ണമായും നശിച്ചിട്ട് വളരെ സ്പഷ്ടമായ പൂർണ്ണമായ ജ്ഞാനം വന്നത്, അതുപോലെ തന്നെ സംബന്ധിച്ചുള്ള അജ്ഞാനത്തെ പൂർണ്ണമായും നശിപ്പിച്ചിട്ട് ആ ജ്ഞാനത്തിന്റെ ഇല്ലായ്മ പൂർണ്ണമായും നശിപ്പിച്ചിട്ട് ഇവിടെ ഒരു ആത്മനിഷ്ഠനായിരിക്കുന്നു, ആത്മബോധത്തോടുകൂടിയിരിക്കുന്നു. പിന്നെ രണ്ടാമത് വരുന്ന മിഥ്യാജ്ഞാനത്തിന്റെ കാര്യം. സ്വപ്നം എങ്ങനെയാണോ നശിച്ചിട്ട് ജാഗ്രത ജ്ഞാനം ഉണ്ടാകുന്നത്, അതുപോലെ ഇവിടെ രണ്ടിടത്തും ഉള്ള സമാനത എന്താണ്? സ്വപ്നത്തിൽ ജ്ഞാനം ഉണ്ടായിരുന്നു, വ്യവഹാരം ഉണ്ടായിരുന്നു. ജാഗ്രതത്തിലും ജ്ഞാനമുണ്ട്, വ്യവഹാരമുണ്ട്. പക്ഷെ ജാഗ്രത ജ്ഞാനത്തിൽ അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, കാരണം ഇപ്പൊ ജാഗ്രത ജ്ഞാനത്തിലാ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ആ സ്വപ്ന ജ്ഞാനം അത് മിഥ്യാജ്ഞാനമായിരുന്നു. ജാഗ്രതത്തിൽ അത് മിഥ്യാജ്ഞാനമായി മാറി. സ്വപ്നജ്ഞാനം അത് സത്യമായിട്ട് അവിടെ അനുഭവപ്പെട്ടത്, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അവിടേക്ക് തിരിച്ചു പോകാൻ കഴിയുന്നില്ല. ഇപ്പൊ ഈ ജാഗ്രതത്തിലിരിക്കാനേ കഴിയുന്നുണ്ട്. ഈ ജാഗ്രതത്തിലിരുന്ന് തിരിച്ചു പോകാൻ കഴിഞ്ഞെങ്കിൽ ശരി, എന്നാൽ ഒരുപക്ഷെ അതിനെ നമുക്ക് ജാഗ്രതയായിട്ട് അനുഭവിക്കാൻ കഴിയില്ല. അതൊരിക്കലും കഴിയുന്നില്ല. ജാഗ്രതത്തിൽ ഇരുന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ സ്വപ്നജ്ഞാനം ഒരു സ്മൃതി പോലെ, ഒരു സ്മരണ പോലെ ഉണ്ടെന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാൽ അത് പൂർവ്വകാല ജ്ഞാനം പോലെ, പൂർവ്വ ജാഗ്രത പോലെ. രണ്ട് സ്മൃതിയാണ്. എന്തുകൊണ്ട്? പൂർവ്വ ജാഗ്രതം സ്മൃതിയാണ്. കഴിഞ്ഞ ജാഗ്രത എന്ന് പറഞ്ഞാൽ ഈ ജാഗ്രതത്തിന് മുമ്പ് ഒരു സുഷുപ്തി അല്ലെങ്കിൽ സ്വപ്നം ഉണ്ടായിരുന്നു. അതിനു മുമ്പുണ്ടായിരുന്നു ജാഗ്രത. അതിന് കഴിഞ്ഞ ദിവസത്തെ കാലത്തിന്റെ അടിസ്ഥാനത്തിലല്ല പറയും. ഇന്നലത്തെ ജാഗ്രത, മിനയാന്നുണ്ടായ ജാഗ്രത, അങ്ങനെയല്ല. പൂർവ്വ ജാഗ്രത എന്ന് പറഞ്ഞാൽ ഈ ജാഗ്രതത്തിന് മുമ്പ് ഒരു സുഷുപ്തിയോ സ്വപ്നമോ അതിനു മുമ്പുണ്ടായിരുന്നു ജാഗ്രത. ആ ജാഗ്രതത്തിനെ കുറിച്ച് നമുക്ക് സ്മൃതിയുണ്ടിപ്പോൾ. പക്ഷെ ആ ജാഗ്രത മിഥ്യയാണെന്ന് പറയുന്നില്ല, മിഥ്യാജ്ഞാനമായിരുന്നു എന്ന് പറയുന്നില്ല. അതേസമയം പൂർവ്വ സ്വപ്നം, ഓർക്കാൻ കഴിയുന്ന ഒരു സ്വപ്നം, ആ സ്വപ്നത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണ്? അത് മിഥ്യാജ്ഞാനമാണ്. ഈ രണ്ട് വ്യത്യാസം, രണ്ടും പൂർവ്വമാണ്, രണ്ടിനെയും സ്മരിക്കുന്നു. അപ്പോൾ യഥാർത്ഥ ജ്ഞാനത്തെ സ്മരിച്ചു കഴിഞ്ഞാൽ അത് യഥാർത്ഥമായി തന്നെ സ്മരിക്കും. മിഥ്യാജ്ഞാനത്തെ സ്മരിച്ചു കഴിഞ്ഞാൽ അത് മിഥ്യയായിട്ട് തന്നെ സ്മരിക്കും. എന്തുകൊണ്ടത്? ജ്ഞാനത്തിന് വരുന്ന വ്യത്യാസം. വാസ്തവത്തിലൂടെ ജ്ഞാനത്തിനല്ല വ്യത്യാസം വരുന്നത്, ആ വിഷയങ്ങൾക്ക് വരുന്ന വ്യത്യാസം. വിഷയങ്ങളിൽ വ്യത്യാസം വരും. രണ്ടും പൂർവ്വജാഗ്രതത്തിനെ നമ്മൾ അനുഭവിച്ചപ്പോഴും അത് ജാഗ്രതയായിട്ട് തന്നെ അനുഭവിച്ചു. പൂർവ്വ സ്വപ്നത്തെ നമ്മൾ അനുഭവിച്ചപ്പോഴും ജാഗ്രതയായിട്ട് തന്നെ അനുഭവിച്ചു. സ്വപ്നത്തെ ആരും സ്വപ്നമായി അനുഭവിക്കാറില്ല. സ്വപ്നത്തെ ജാഗ്രതയായിട്ട് എങ്ങനെയാണോ പൂർവ്വ ജാഗ്രതത്തിനെ അനുഭവിച്ചത് അതുപോലെ. പക്ഷേ ഈ ജാഗ്രത, വർത്തമാനത്തിലുള്ള ജാഗ്രത പൂർവ്വജാഗ്രതത്തിനെ അത് ബാധിക്കുന്നില്ല. അസ്യം പൂർവ്വ സ്വപ്നത്തെ അത് ബാധിക്കും. ബാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇല്ലാതായി പോവുക എന്നുള്ള അർത്ഥമുണ്ട്. അത് പൂർവ്വജാഗ്രതവും ഇല്ലല്ലോ. ഇപ്പോ കഴിഞ്ഞ ജാഗ്രതത്തിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പൂർവ്വജാഗ്രത ഇല്ല. പൂർവ്വ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പൂർവ്വ സ്വപ്നമില്ല. പക്ഷേ ജാഗ്രതത്തിനെ ബാധിക്കുന്നില്ല, സ്വപ്നത്തെ ബാധിക്കുന്നു. അപ്പോൾ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാകുക എന്നുള്ളതല്ലല്ലോ.
ബാധിക്കുക എന്ന് പറഞ്ഞപ്പോൾ മിഥ്യയെന്ന് ബോധിക്കുകയാണ്. എന്നാലും അതിന് ബാധയെന്ന്. ഈ ജാഗ്രതത്തിൽ പൂർവ്വജാഗ്രതകൾക്ക് ബാധയില്ല. മറിച്ച് എന്ത് പറയുന്നു? ഇന്നലെ ഞാൻ കണ്ട പുസ്തകം അത് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. അത് പൂർവ്വ ജാഗ്രതത്തിന് സത്യമായി തന്നെ അറിയുന്നു. അതുകൊണ്ട് പൂർവ്വജാഗ്രതത്തിന്റെ സ്മൃതി എന്ന് പറയുന്നത് സത്യസ്മൃതിയാണ്. സ്വപ്നത്തെ അങ്ങനെയല്ല അറിയുന്നു. സ്വപ്നത്തെ സ്മരിക്കാൻ കഴിയുന്നു. ആനയും കുതിരയും സ്വപ്നത്തിൽ കണ്ട പുസ്തകത്തെ സ്മരിക്കാൻ കഴിയുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നു? അവിടെ ബാധിക്കുന്നു. അപ്പോൾ പൂർവ്വജാഗ്രതത്തിന് എന്താ സംഭവിച്ചത്? പൂർവ്വജാഗ്രത നോക്കിയാൽ അത് നശിച്ചുപോയി, ബാധിച്ചത്. നശിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ ഇല്ല? നമ്മുടെ മുമ്പിൽ അതില്ല. നമ്മുടെ പൂർവ്വജാഗ്രതത്തിന് നാശം സംഭവിക്കുന്നു. നാശം സംഭവിച്ചാൽ അതിന്റെ സംസ്കാരം അവശേഷിക്കുന്നു. അതുകൊണ്ടിപ്പോൾ സ്മരിക്കാൻ കഴിയുന്നു. ആ സ്മരണ യഥാർത്ഥമായി തന്നെ. ഇന്നലെ ആ സ്മരണ യഥാർത്ഥമാണ്. അത് നശിച്ചുപോയെങ്കിലും ആ സമയം പൂർവ്വസ്വപ്നം എന്ന് പറയുന്നത് പറയുന്നു അത് മിഥ്യയായിരുന്നു എന്നറിയുന്നു. ബാധിക്കുന്നു. ഇവിടെ ഒന്നിനെ മിഥ്യയാണെന്നറിയുന്നതാണ് അതിന്റെ ബാധ എന്ന് പറയുന്നത്. ആ സ്മരണ അത് യഥാർത്ഥമാണ്. സ്വപ്നത്തിന്റെ സ്മരണ ഇപ്പോൾ ഉണ്ടാകുന്നത് യഥാർത്ഥമാണ്. എങ്ങനെയാണ് പൂർവ്വജാഗ്രതത്തിന്റെ സ്മരണ ഉണ്ടാകുന്നത്? യഥാർത്ഥമായിരിക്കുന്നു. സ്വപ്നം ബാധിച്ചു പോയെങ്കിലും സ്വപ്നസ്മരണ യഥാർത്ഥമാണ്. എന്തുകൊണ്ട് പറയുന്നു? ഞാൻ സ്വപ്നത്തിൽ പുസ്തകത്തെ കണ്ടു എന്നിപ്പോൾ ഉണ്ടാകുന്ന ഈ സ്മരണ യഥാർത്ഥമാണ്. കാരണം ഇതിന് ബാധ സംഭവിക്കുന്നില്ല. സ്മരണയ്ക്ക് ബാധ സംഭവിക്കുന്നില്ല. അത് പൂർവ്വജാഗ്രതത്തിനെ സംബന്ധിച്ചാലും ശരി, പൂർവ്വസ്വപ്നത്തെ സംബന്ധിച്ചാലും ശരി, സ്മരണ എന്ന് പറയുന്നത് യഥാർത്ഥമായിരിക്കും. അത് മിഥ്യയാകുന്നില്ല. അസമയം ഇത് ഈ വ്യത്യാസം വരുന്നുണ്ട്. അതിൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് സ്വപ്നത്തെക്കുറിച്ചാണ്. സ്വപ്നത്തിലെ അറിവ് മിഥ്യാജ്ഞാനമാണെന്ന് ബോധിക്കുന്നു. ബോധിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? സ്വപ്നജ്ഞാനവുമില്ല, സ്വപ്നത്തിലെ വിഷയങ്ങളുമില്ല. അപ്പോൾ അത് ജാഗ്രജ്ഞാനമായിട്ടുള്ള വിരോധമായി. അതാണ് വിരോധം എന്ന് പറയുന്നത്. അതേസമയം പൂർവ്വജാഗ്രജ്ഞാനവും ഈ ജാഗ്രത തമ്മിൽ വിരോധമില്ല. കാരണം നമ്മൾ അറിയുന്ന എങ്ങനെ അതിന്റെ തുടർച്ചയാണിത്. ഇവിടെ വിരോധം സംഭവിക്കുന്നില്ല. പൂർവ്വജാഗ്രതത്തിന് മിഥ്യയാണെന്ന് അറിയുന്നില്ല. മിഥ്യയാണെന്ന് അറിയുമ്പോൾ ആ വ്യവഹാരവും പോയി, ആ ജ്ഞാനവും പോയി. മറിച്ച് ഇവിടെ ഉണ്ട് ജ്ഞാനം എന്നുള്ളതിനൊക്കെ രണ്ടും ഒന്നാണ്. അത് ജ്ഞാനമല്ല എന്ന് പറയാൻ പറ്റില്ല. സ്വപ്നത്തിൽ എനിക്കുണ്ടായ അനുഭവം അല്ല എന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ സ്വപ്നത്തിലെ ആ വിഷയങ്ങൾ, സ്വപ്നാനുഭവത്തിൽ എനിക്ക് അനുഭവപ്പെട്ട വിഷയങ്ങൾ ഈ ജാഗ്രത പോലെ വാസ്തവമുള്ളതല്ല. എന്തുകൊണ്ടങ്ങനെ പറയാൻ കഴിയുന്നത്? കഴിഞ്ഞ ജാഗ്രതയിലെ അനുഭവങ്ങളെ ഈ ജാഗ്രതയിലെ അനുഭവത്തുമായിട്ട് തട്ടിച്ചു നോക്കിയിട്ട് പറയുന്നു. ആ ജാഗ്രത അനുഭവങ്ങൾ ഈ ജാഗ്രത അനുഭവങ്ങളെ പോലെ വാസ്തവമാണ്. അതിന് ബാധ സംഭവിക്കുന്നു. ഇന്നലെ കണ്ട ആ പുസ്തകം അത് തന്നെയാണ് ഇന്നും കാണുന്നത്. അപ്പോൾ അവിടെ ബാധ സംഭവിക്കുന്നില്ല. അപ്പോൾ ജാഗ്രത ഇതിനെക്കുറിച്ച് അങ്ങനെ ജാഗ്രത ജ്ഞാനം വാസ്തവമാണ്, ജാഗ്രത വിഷയങ്ങളും വാസ്തവമാണ്. പക്ഷെ സ്വപ്നജ്ഞാനം അത് വാസ്തവം തന്നെ. എങ്ങനെ? അങ്ങനെ ജ്ഞാനം ഉണ്ടായില്ല എന്ന് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ജ്ഞാനം സംഭവിച്ചിട്ടില്ലെന്ന് പറയാൻ കഴിയുന്നില്ല. പക്ഷെ അവിടെ പറയുന്നു ആ ജ്ഞാനത്തിൽ അനുഭവപ്പെട്ട ആ വിഷയങ്ങൾ, ആ ജ്ഞാനത്തോട് ചേർന്ന് നിന്ന വിഷയങ്ങൾ, അതൊന്നും ശരിയല്ല. ഏതുപോലെ പൂർവ്വജ്ഞാനം എങ്ങനെയാണോ, പൂർവ്വജ്ഞാനവും പൂർവ്വജാഗ്രതവും പൂർവ്വ വിഷയങ്ങളും എങ്ങനെയാണോ ഇപ്പോൾ സത്യമായിരിക്കുന്നത്,
അതുപോലെ അത് സത്യമാകുന്നില്ല എന്ന് തീരുമാനിക്കും. അനുഭവം കൊണ്ടും യുക്തി കൊണ്ടും തീരുമാനിച്ചിട്ട് അവിടെ അതിനെ പറയുന്ന എന്താണ്, ആ മിഥ്യാജ്ഞാനം ബാധിച്ചുപോയി ജാഗ്രത. ജാഗ്രത ആപേക്ഷികമായ യഥാർത്ഥ ജ്ഞാനമാണ്. അതുകൊണ്ടാണ് സ്വപ്നജ്ഞാനത്തെ അപേക്ഷിച്ചത് യഥാർത്ഥമാണ്. അതുകൊണ്ട് സ്വപ്നജ്ഞാനത്തെ ബാധിക്കുന്നു. ആ ജ്ഞാനം ഏകമാണെങ്കിലും ആ വിഷയങ്ങൾ അസത്യമാണെന്ന് തോന്നുന്നതുകൊണ്ട് പറയുന്നു ജ്ഞാനത്തെ ബാധിക്കുന്നു. പരമാർത്ഥത്തിൽ ജ്ഞാനത്തെ ബാധിക്കുന്നു. പരമാർത്ഥത്തിൽ ഒരേ ഒരു ജ്ഞാനം തന്നെ. സുഷുപ്തിയിലും സ്വപ്നത്തിലും ജാഗ്രതയിലും എല്ലാം ഒരേ ഒരു തുര്യന്റെ പ്രകാശം തന്നെ. അതിനെ ബാധിക്കാൻ കഴിയില്ല. പക്ഷെ ആ വിഷയങ്ങളോട് ചേർന്ന് വരുന്ന ജ്ഞാനം അത് ബാധിച്ചു പോകുന്നു. അതുപോലെ എങ്ങനെയാണോ സുഷുപ്തി നശിക്കുന്നത്, സുഷുപ്തിയിലെ അജ്ഞാനം നശിക്കുന്നത്, എങ്ങനെയാണോ സ്വപ്നത്തിലെ മിഥ്യാജ്ഞാനം നശിക്കുന്നത്, അതുപോലെ ഇവിടെ പറയുന്നു ബ്രഹ്മവിദ്യ, ബ്രഹ്മജ്ഞാനം, തത്വജ്ഞാനിയുടെ തത്വജ്ഞാനം അത് വിരോധമാണ് ഏതിനും മിഥ്യാജ്ഞാനത്തിന്. ഇവിടെ ഇപ്പോൾ ഏതാ മിഥ്യാജ്ഞാനം? ഈ ജാഗ്രതജ്ഞാനം തന്നെ. ഈ ജാഗ്രതജ്ഞാനവുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് സ്വപ്നജ്ഞാനം മിഥ്യയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന പരമാർത്ഥജ്ഞാനം അതുമായി താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നു ഈ ജാഗ്രതജ്ഞാനവും മിഥ്യയാണ്. മനസ്സിലാവും. ഈ ജാഗ്രതജ്ഞാനത്തിലെ വ്യവഹാരങ്ങൾ അതിന് വിരോധമാണ് പരമാർത്ഥജ്ഞാനം. എങ്ങനെയാണോ സ്വപ്നജ്ഞാനത്തിലെ വ്യവഹാരങ്ങൾക്ക് ജാഗ്രതജ്ഞാനം വിരോധമായത്, അതുപോലെ ഈ ജാഗ്രതജ്ഞാനത്തെ ആശ്രയിച്ച് കിടക്കുന്ന വ്യവഹാരം എന്താണ്? ആ വ്യവഹാരം അതാണ് ഇവിടെ പറഞ്ഞത്, ക്രിയാകാരക ഫലം. അതിനെ സംബന്ധിച്ചുള്ള ജ്ഞാനം, ആ ജ്ഞാനത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ അത് പരമാർത്ഥജ്ഞാനത്തിൽ ബാധിച്ചു പോകുന്നു, വിരോധമുണ്ട്. അപ്പോൾ ഈ ജാഗ്രതത്തിൽ നിൽക്കുന്ന ഈ ക്രിയാകാരക ഫലവ്യവഹാരം ഇതേപടി തത്വജ്ഞാനത്തിൽ തുടരാൻ കഴിയില്ല. എങ്ങനെയാണോ സ്വപ്നത്തിൽ ആനയും കുതിരയൊന്നും ഇങ്ങോട്ട് വരാത്തത്, അങ്ങോട്ട് വരാൻ കഴിയുന്നില്ല. പൂർണ്ണമായും അത് ഒഴിവായി. അതുപോലെ ഈ ജാഗ്രതത്തിലെ വ്യവഹാരം ഒരു കാരണവശാലും അങ്ങോട്ട് കടക്കാനൊക്കത്തില്ല, ബ്രഹ്മജ്ഞാനത്തിൽ നിലനിൽക്കത്തില്ല. എന്നുകൊണ്ട് വിരോധ, ഇത് ഇരുളും വെളിച്ചവും പോലെ വിരോധമുള്ള കാര്യങ്ങളാണ്. ഒന്നിലൊന്നിരിക്കത്തില്ല. വിരോധം എന്ന് പറയുന്നു. അതിന്റെ ഫലം എന്താ? അതുകൊണ്ടെന്ത് സംഭവിക്കുന്നു? സ്വപ്നത്തിൽ മിഷ്ടാന്ന ഭക്ഷണം കഴിച്ചു, കഴിച്ചോളൂ. പക്ഷെ ജാഗ്രതത്തിൽ ആ ഭോക്തൃത്വം ഇല്ല, ആ കർത്തൃത്വം ഇല്ല, ജാഗ്രതത്തിൽ വരുന്നില്ല. അന്നെന്തുകൊണ്ട്? ജാഗ്രതത്തിൽ അത് മിഥ്യയാണെന്ന് ബോധിക്കുന്നവനെങ്ങനെയാ അവിടുത്തെ കർത്തൃത്വം ഇവിടെ വരുന്നു? അത് ബോധിക്കുന്നുകൊണ്ടാണ് അവിടുത്തെ കർത്തൃത്വം. അവിടെ ഒരാളെ കൊന്നു, ജാഗ്രതത്തിൽ അകർത്തൃത്വമുണ്ടോ? ഇല്ലല്ലോ. ഹിംസാത്മകമായ കർത്തൃത്വം ജാഗ്രത വരുന്നില്ല. അതിന്റെ പാപമുണ്ടോ? അത് വരുന്നില്ല. അവിടെ ഒരാൾ സത്കർമ്മം ചെയ്തു, ജാഗ്രതയിലുണ്ടോ? ദേവപൂജ അവിടെ ചെയ്തു, ഇവിടെയുണ്ടോ? ആ ദേവപൂജയുടെ ഫലമായ പുണ്യം അതിവിടെയുണ്ടോ? ഇല്ല. അതെല്ലാം സ്വപ്നത്തിലേക്ക്. ഇവിടെ ബോധ്യം വരുന്ന എന്താണ്? അങ്ങനെ നടന്നിട്ടേ ഇല്ല. അതുകൊണ്ട് അതിന്റെ പുണ്യത്തിനും അതിന്റെ പാപത്തിനും താൻ അവകാശമില്ല. അങ്ങനെ നടന്നിട്ടില്ലല്ലോ. അല്ല, സ്വപ്നത്തിലെ അതിനും പുണ്യഭാവങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നത്തിലെ
ഭക്ഷണം കൊണ്ട് ജാഗ്രതത്തിലെ വിശപ്പ് മാറണം. ക്ഷുത്പ്രകാശ നിവൃത്തി സംഭവിക്കണം. അത് സംഭവിക്കുന്നില്ലല്ലോ. അതവിടെ തീർന്നു. പൂർണ്ണമായും അതവിടെ അവസാനിച്ചു. ജാഗ്രതത്തിൽ വേറൊരു ലോകമാണ്. അതുപോലെ ഈ ജാഗ്രത മിഥ്യാജ്ഞാനം രൂപത്തിലുള്ള ഈ ജാഗ്രത അത് മിഥ്യാജ്ഞാനമായതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ എല്ലാം അവസാനിച്ചത്. സുഷുപ്തിയിലെ അറിവില്ലായ്മയാണ് ജാഗ്രതത്തിൽ അവസാനിച്ചത്. അതുപോലെ പരമാർത്ഥ ഏകത്വജ്ഞാനത്തിൽ ആ മിഥ്യാജ്ഞാനം എല്ലാ തരത്തിലും പൂർണ്ണമായും നശിക്കുന്നു. എന്നുവെച്ചാൽ ഈ ജാഗ്രതത്തിലെ കർത്തൃത്വ ഭോക്തൃത്വങ്ങൾ ഇവിടെ തീർന്നു. അതെങ്ങനെ ഉണ്ടാവും? തന്റെ സ്വരൂപത്തെ കർത്തൃത്വ ഭോക്തൃത്വരഹിതമായി അറിയുന്ന ഒരുവന് പിന്നെ തന്നിലെങ്ങനെ അത് കാണാൻ കഴിയും? തന്നിലത് കാണാൻ കഴിയുന്നില്ല. ആ കർത്തൃത്വ ഭോക്തൃത്വ രാഹിത്യത്തെയാണ് പിന്നീട് കാണുന്നത്. അപ്പോൾ അത് പോയി. ഇവിടെ പറയുന്ന ക്രിയ, കാരക, ഫലം എല്ലാം പോയി. മിഥ്യാജ്ഞാനത്തെ ആശ്രയിച്ചുള്ള എല്ലാ വ്യവഹാരങ്ങളും പോയി. ഭേദബുദ്ധി ആശ്രയിച്ച് നടന്ന എല്ലാ വ്യവഹാരങ്ങളും പോയി. അഭേദബുദ്ധിയിൽ നിന്ന് സാരം. അപ്പൊ തത്വജ്ഞാനിയിൽ അങ്ങനെ ഒരു വ്യവഹാരമേ ഇല്ല. മിഥ്യാജ്ഞാനമോ ആ മിഥ്യാജ്ഞാനത്തെ ആശ്രയിച്ചുള്ള ഭേദവ്യവഹാരമോ കർത്തൃത്വ ഭോക്തൃത്വ ആദി വ്യവഹാരങ്ങളോ യാതൊന്നും തന്നെ. സ്വപ്നം എങ്ങനെയാണോ പ്രത്യക്ഷമായത് അതുപോലെ, സ്വപ്ന വ്യവഹാരം എങ്ങനെയാണോ അപ്രത്യക്ഷമായത് അതുപോലെ ഇതെല്ലാം അപ്രത്യക്ഷം. അവന് പിന്നെ എന്താ ഈ തത്വജ്ഞാനം കൊണ്ട് പ്രയോജനം? ഒരു പ്രയോജനമില്ല. അതിലൂടെ വിരോധം എന്ന് പറയുന്നു. അപ്പൊ തത്വജ്ഞാനിയിൽ അങ്ങനെ ഒരു വ്യവഹാരം സങ്കല്പിക്കാനേ സാധ്യമല്ല. തത്വജ്ഞാനി വ്യവഹാരം ചെയ്യുന്നതായി കാണുന്നുണ്ടല്ലോ. അത് മിഥ്യാജ്ഞാനത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരമല്ല നടക്കുന്നു. ശരി, എന്നാൽ സത്യജ്ഞാനത്തെ പരമാർത്ഥജ്ഞാനത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരമാണോ? പരമാർത്ഥജ്ഞാനത്തെ ആശ്രയിച്ച് വ്യവഹാരമേ ഇല്ല. ആ വ്യവഹാരത്തെ നിഷേധിക്കുന്നതാണ്. കർത്തൃത്വാദികളെ തന്നെ നിഷേധിക്കുകയാണ് പരമാർത്ഥജ്ഞാനം. പിന്നെ അതിനെ ആശ്രയിച്ച് എങ്ങനെ കർത്തൃത്വം വരും? വ്യവഹാരത്തിന് കർത്തൃത്വം വേണം. പരമാർത്ഥജ്ഞാനം അതിനെ തന്നെ നിഷേധിക്കുകയാണ്. അതുകൊണ്ട് തത്വജ്ഞാനിക്ക് വ്യവഹാരവും ഇല്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ എപ്പോഴും പറയുന്നത് ക്രിയാകാരക ഫലപ്രത്യ അനുപത്തി. ക്രിയാകാരക ഫലപ്രത്യ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രിയാകാരക അതാണ് ക്രിയാണാം തസാധനാനുജ അത്യന്തമേ നിവൃത്തി. ക്രിയയും അതിന്റെ സാധനങ്ങളുമെല്ലാം പൂർണ്ണമായും നിവർത്തിച്ചിരിക്കുന്നു. കർമ്മമോ കർമ്മത്തിന്റെ ഉപായങ്ങളോ ആ തത്വജ്ഞാനിയിലില്ല. കർമ്മം പൂർണ്ണമായും മാറിയിരിക്കും. ജ്ഞാനകർമ്മണോ വിരോധ ഈശാവാസ്യത്തിൽ പറഞ്ഞതാണ്. കർമ്മതവത് അകമ്പ്യ. ജ്ഞാനകർമ്മങ്ങളുടെ ആ വിരോധം എന്ന് പറയുന്നത് ചലിപ്പിക്കാൻ കഴിയാത്തതാണ്. ഒരു തരത്തിൽ ഇരളും വെളിച്ചവും പോലെയാണെന്ന് പറഞ്ഞു ബ്രഹ്മസൂത്രത്തിൽ. അതാണ് ഇവിടെയും പറയുന്നത്. അത്യന്തമേവ നിവൃത്തി പറയുന്നു. പൂർണ്ണമായ നിവൃത്തി സംഭവിക്കുന്നു. പിന്നീട് അജ്ഞാനത്തെ ആശ്രയിച്ച്, രണ്ടും അജ്ഞാനത്തെ ആശ്രയിച്ച് അല്ലെങ്കിൽ മിഥ്യാജ്ഞാനത്തെ ആശ്രയിച്ച് യാതൊരു തരത്തിലുള്ള വ്യവഹാരം തത്വജ്ഞാനി സംഭവിക്കുന്നില്ല. കേന കിമിതിക്ഷേപാർത്ഥം വചനം
ആ നിഷേധത്തെ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്, വ്യക്തമാക്കാൻ വേണ്ടി. എത്ര സർവം ആത്മീയ ഭൂത്, ഏതൊരവസ്ഥയിലാണോ അവന് എല്ലാം ആത്മാവായി തന്നെ ബോധ്യപ്പെട്ടത്, ഏതൊരവസ്ഥയാണോ അജ്ഞാനത്തെയും മിഥ്യാജ്ഞാനത്തെയും രണ്ടിനെയും നശിപ്പിച്ചത്, തത്കീനകം ജിഗ്രേ അഭാം, അവന് എന്തിനെ എന്തുകൊണ്ട് മണക്കും, അങ്ങനെ ഒരു വ്യവഹാരം നടക്കുന്നില്ല. ഇത് തത്വബോധത്തിൽ പറയുന്നതാണ്, സുഹൃത്തിയെക്കുറിച്ചല്ല പറയുന്നു. സുഹൃത്തിയെക്കുറിച്ചും അവിടെ പറയാം എന്താണോ, കേനകം ജിഘ്രേത്, അവൻ എന്തുകൊണ്ട് എന്തിനു മണക്കുന്നു, എത്ര വലിയ മണം ഉണ്ടായാലും അവൻ അറിയുന്നില്ല, രൂപം ഉണ്ടായാൽ അറിയുന്നില്ല, രസം ഉണ്ടായാൽ അറിയുന്നില്ല, ഗന്ധം ഉണ്ടായാൽ അറിയുന്നില്ല. അവിടെ എല്ലാം അറിയുന്ന നിഷേധിക്കും. അവിടെ ഒന്നും ഉണ്ടാകുന്നില്ല, എന്നെല്ലാം അറിയാം, സുഹൃത്തിയിലൊന്നും അറിയുന്നില്ല. അതല്ല ഇവിടെ പറയുന്നു. ഇവിടെ ഈ തത്വജ്ഞാനത്തിൽ തന്നെ സുഷുപ്തി, സ്വപ്നം, ജാഗ്രത, അതിനപ്പുറമുള്ള മഹാജാഗ്രത എന്ന് പറയും തത്വജ്ഞാനം, ആത്മബോധം, പരമാത്മീകനിഷ്ഠ, പരമാർത്ഥ ഏകത്വജ്ഞാനം എന്നെല്ലാം പറയുന്ന ഈ ജ്ഞാനം. ഈ ജ്ഞാനത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ക്രിയാകാരക ഫലഭേദം ലേശവും നിൽക്കുന്നില്ല. അത് മിഥ്യാജ്ഞാനത്തെ ആശ്രയിച്ചായതുകൊണ്ട് അവിടെ എന്തുകൊണ്ട് എന്തിനെ എന്ന് പറയുന്നു. സുഷുപ്തി പോലെ അല്ലെന്നാ പറഞ്ഞു വരുന്നത്. സുഷുപ്തിയിൽ എന്താണ് ഈ ജ്ഞാനമില്ല, അതാണ് അവിടുത്തെ പോരായ്മ. ഇവിടെ പറയുന്നതായ ഏകത്വ ജ്ഞാനമില്ല സുഷുപ്തിയിൽ. അവിടെ ക്രിയാകാരക ഫലഭാവമുണ്ട് സമ്മതിച്ചു, പക്ഷെ ഏകത്വ ജ്ഞാനമില്ല. ഇവിടെ പറയുന്ന ജാഗ്രതത്തിലും വലിയ ജാഗ്രതാണ്, മഹാജാഗ്രതാണ്. ഇവിടെ ബോധമുണ്ട്, പക്ഷേ ക്രിയാകാരക ഫലഭേദമില്ല. അതാണ് സുഷുപ്തിയായിട്ടുള്ള വ്യത്യാസം. അവിടെ ബോധമേ ഇല്ല, സ്വരൂപബോധമല്ലാതെ രണ്ടാമതൊരു ബോധമില്ല. ഇവിടെ അങ്ങനെയല്ല, രണ്ടാമതൊരു ബോധമുണ്ട്, പക്ഷേ ക്രിയാകാരക ഫലഭേദം ഇവിടെ ഇല്ല, ആണ് വ്യത്യാസം. എന്നാലും ഇവിടെ എന്നാലും തത്വജ്ഞാനിയുടെ വ്യവഹാരം സ്വപ്നത്തിലെ വ്യവഹാരം, സ്വപ്നം കാണുന്നവന്റെ ആ വ്യവഹാരം, അവിടെ സ്വപ്നത്തിലവൻ മരിക്കുന്നു, ജനിക്കുന്നു, ബന്ധത്തിൽ വരുന്നു, മോക്ഷം വരുന്നു, എല്ലാം സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ സുഖം വരുന്നു, ദുഃഖം വരുന്നു. ഒരാൾക്ക് സ്വപ്നത്തിൽ മോക്ഷം നേടാം, ആത്മാനന്ദം ഒരാൾക്ക് അനുഭവിക്കാം, എല്ലാം സംഭവിക്കാം. അവിടെ നരകത്തിലേക്ക് പോകും, നരകദുഃഖത്തെ അനുഭവിക്കാം സ്വപ്നത്തിൽ. പക്ഷെ അവിടെ അതെല്ലാം ഒരാളെ ബാധിക്കുന്നുണ്ട്. സ്വപ്നം കാണുന്നവൻ നരകത്തിൽ പോയി നരകത്തെ അനുഭവിക്കുന്നു, വേദനിക്കുന്നു, നിലവിളിക്കുന്നു. സ്വർഗത്തിൽ പോയി സ്വർഗീയ സുഖത്തെ അനുഭവിക്കുന്നു, ആനന്ദിക്കുന്നു. അപ്പോൾ അവിടെ ഒരുവന് ഇതെല്ലാം ബാധിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരാളുടെ സ്വപ്ന സാക്ഷി. ഈ സ്വപ്ന ദൃശ്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നവരും അവിടെ തന്നെയുണ്ട്. അവനെ ഇതൊന്നും ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ തുര്യനെ ബാധിക്കുന്നില്ല എന്ന് പറയും. അപ്പൊ സ്വപ്നം ഉണ്ടായിരുന്നാലും, സ്വപ്നം ആരെയൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിലും, സ്വപ്നത്തിലെ സുഖദുഃഖങ്ങൾ ആരൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും, ഇതൊന്നും അനുഭവിക്കാത്ത ഒരു തലം സ്വപ്നത്തിൽ തന്നെയുണ്ട്. അവൻ തുര്യന്റെ തലം.
അല്ലെങ്കിൽ സാക്ഷിയുടെ തലം എന്നെല്ലാം പറയും. അപ്പൊ സ്വപ്നം ബാധിക്കുന്നു എന്ന് പറയുന്ന ആരെ? ആ സ്വപ്നത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നവൻ. സ്വപ്നം ബാധിക്കുന്നില്ല എന്ന് പറയുന്ന ആരെ? ആ സ്വപ്നത്തോട് താതാത്മ്യപ്പെടാതിരിക്കുന്നവൻ. അപ്പോൾ ജാഗ്രതത്തിൽ ഈ താതാത്മ്യത്തെ നിഷേധിക്കുന്ന ജ്ഞാനമാണ് ഒരാൾക്കുണ്ടാവുന്നത്. തന്റെ ദൃശ്യവുമായിട്ടുള്ള താതാത്മ്യത്തെ നിഷേധിക്കുന്ന ജ്ഞാനം അതുണ്ടാവും. ആ ജ്ഞാനം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നത് മഹാജാഗ്രതാണ്. ഇവിടെ താതാത്മ്യത്തെ നിഷേധിച്ചു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണോ ആ സ്വപ്ന സാക്ഷി സ്വപ്നം കാണുമ്പോഴും വ്യവഹാരശൂന്യനായിരിക്കുന്നത്, അതുപോലെ ഈ ജാഗ്രത സാക്ഷിയും ജാഗ്രത വ്യവഹാരങ്ങളിലും വ്യവഹാരശൂന്യനായിരിക്കുന്നു. ഇരുന്നാൽ പോരാ, അങ്ങനെ അറിയണം. അതാണ് ഞാൻ. ആ അറിവിൽ ജാഗ്രത സാക്ഷിയിൽ എവിടെയാ വ്യവഹാരം, എവിടെയാ സുഖദുഃഖങ്ങൾ, ദ്വന്ദ്ങ്ങൾ എവിടെ നിൽക്കും? ഒന്നുമില്ല. അതാണ് ജാഗ്രത ജ്ഞാനത്തിന്റെ സവിശേഷത. അപ്പോൾ അവിടെ ഇനി കർമ്മങ്ങളുണ്ടോ എന്ന് നോക്കാം. ജാഗ്രത സാക്ഷിയിൽ കർമ്മങ്ങൾ. സ്വപ്നത്തിൽ കർമ്മങ്ങളുണ്ടായിരുന്നു, സ്വപ്നം കണ്ടവൻ. സ്വപ്ന സാക്ഷിക്കോ കർമ്മങ്ങളില്ല. പിന്നെ ജാഗ്രതത്തിലെ കാണുന്നവന് കർമ്മങ്ങളുണ്ട്, പക്ഷെ ജാഗ്രത സാക്ഷിക്ക് കർമ്മമില്ല, ഒരിക്കലുമില്ല. അടുത്തിനി അതാണ് ഭാഷ്യകാരൻ വിശദീകരിക്കാൻ പോകും. ഒരിക്കൽ കർമ്മം ഉണ്ടായിട്ട് പിന്നെ കർമ്മം ബാധിച്ചു പോവുകയല്ല, ഒരു കാലഘട്ടത്തിലും കർമ്മമില്ല. താൻ ജാഗ്രത വ്യവഹാരം ചെയ്യുന്നവനല്ല, ജാഗ്രത സാക്ഷിയായ തുര്യനാണ് എന്നുള്ള ബോധം ഉള്ളവന്. തന്നിൽ കർമ്മം ഉണ്ടെന്നല്ല, തന്നിൽ കർമ്മം ഇല്ലെന്നാണ് അനുഭവം. തന്നിൽ കർമ്മമില്ലെന്ന് അനുഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ വ്യവഹാരം ഇങ്ങനെ, ഈ കർത്തൃത്വാദി വ്യവഹാരം ഇങ്ങനെ നടക്കത്തില്ല. തത്വജ്ഞാനിയിൽ അത്തരം വ്യവഹാരം ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പറയുന്നത് ക്രിയാണം തസാധനാന അത്യന്തമേവ നിവൃത്തി, അത്യന്തമായ നിവൃത്തി ആണ് സംഭവിക്കുന്നത്. അത്യന്തമായ നിവൃത്തി എന്ന് പറയുന്നത് ആ തുര്യനെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നവന്റെ അറിവാണ്. ആ തുര്യനെ യഥാർത്ഥമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവന്റെ അറിവാണ്. അതാണ് അവിടുത്തെ ആ നിവൃത്തി എന്ന് പറയുന്നത്. ആ അറിവിൽ അയാൾ നിവൃത്തിയെ ഗ്രഹിക്കുന്നു, തന്നെ നിവൃത്തിയെ ഗ്രഹിക്കുന്നു. തന്നെല്ലാം നിവൃത്തിയെ അയാൾ ഗ്രഹിക്കുന്നു. അപ്പോൾ അവിടെ വ്യവഹാരം ഇല്ല. ക്രിയാണം തസാധനാഞ്ച അത്യന്തമേവ നിവൃത്തി തത്വജ്ഞാനിയും സംഭവിക്കുന്നു. അപ്പൊ എങ്ങനെയാണോ ജാഗ്രതത്തിൽ സ്വപ്നവും സ്വപ്ന വ്യവഹാരങ്ങളും പൂർണ്ണമായി നിവർത്തിച്ചു, അതുപോലെ മഹാജാഗ്രതത്തിൽ ജാഗ്രത വ്യവഹാരങ്ങളും ജാഗ്രത ജ്ഞാനവും പൂർണ്ണമായും നിവർത്തിക്കുന്നു. ആ തത്വബോധത്തിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ വ്യവഹാരത്തെ ആർക്കും സമ്മർദ്ദിക്കാൻ സാധ്യമല്ല എന്നാണ് അടുത്ത് പറയുന്നത്. തത്വജ്ഞാനിയുടെ വ്യവഹാരം അങ്ങനെ ഒന്നില്ല എന്നാണ്.
ജാഗ്രതത്തിലെ സ്വപ്നം അങ്ങനെ ഒന്നുണ്ടോ? ഇല്ലാതെ പോയി. ജാഗ്രതയിൽ ജാഗ്രത തന്നെ. സ്വപ്നം ജാഗ്രതത്തിലെ സ്വപ്നം അങ്ങനെ ഒന്നുമില്ല. പിന്നെ പറയുന്നു നമ്മൾ ജാഗ്രതത്തിലെ ചില മനോരാജ്യങ്ങളെ ഭാവനകളെയൊക്കെ സ്വപ്നം എന്ന് പറയും. പക്ഷെ ജാഗ്രത സ്വപ്നം അങ്ങനെയൊന്നുമില്ല. ജാഗ്രത തന്നെ. അതുപോലെ തത്വജ്ഞാനിയുടെ മിഥ്യാജ്ഞാനം അങ്ങനെ ഒന്നില്ല. തത്വജ്ഞാനിയുടെ മിഥ്യാജ്ഞാന വ്യവഹാരം അങ്ങനെ ഒന്നില്ല. അത് തത്വജ്ഞാനം തന്നെയാണ്. അവിടെ എങ്ങനെയാണോ ജാഗ്രത സ്വപ്നത്തെ ബാധിച്ചത് അതുപോലെ തത്വജ്ഞാനം ആ മിഥ്യാജ്ഞാനത്തെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് വ്യവഹാരമില്ല. അതുകൊണ്ട് തത്വജ്ഞാനിയിൽ വ്യവഹാരമില്ല. തത്വജ്ഞാനിയിൽ കർത്തൃത്വ ഭോക്തൃത്വമില്ലാതെ ആത്യന്തികമായി നിവർത്തിച്ചിരിക്കുകയാണ്. ഇത് തത്വജ്ഞാനിയെക്കുറിച്ചുള്ളതാണ്. ഇങ്ങനെ പറയുന്നു. ഇത് തത്വബോധമായ ഒരാൾ മാറുമ്പോൾ നമ്മൾ തത്വജ്ഞാനിയെക്കുറിച്ച് മനസ്സിലാക്കും. മനസ്സിലാക്കിയിട്ട് അവിടെ വ്യവഹാരമുണ്ടോ വ്യവഹാരമില്ലയോ, സുഖമുണ്ടോ ദുഃഖമാണോ അത് രണ്ടുമില്ലയോ, ഇതെല്ലാം നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കും. ഇത് തത്വജ്ഞാനിയെ സംബന്ധിച്ചുള്ള അറിവ്. തത്വജ്ഞാനിയെ സംബന്ധിച്ചുള്ള അറിവിൽ നമുക്ക് ദുഃഖനിവൃത്തി സംഭവിക്കുന്നില്ല, കർമ്മനിവൃത്തി സംഭവിക്കുന്നില്ല. അപ്പോൾ അതിലതൊന്നും പ്രതീക്ഷിക്കരുത്. തത്വജ്ഞാനി എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, അതുകൊണ്ട് എന്നിൽ ദുഃഖനിവൃത്തി കർമ്മനിവൃത്തി എല്ലാം സംഭവിക്കുന്നു, വ്യവഹാര നിവൃത്തി സംഭവിക്കുന്നു, അങ്ങനെ പ്രതീക്ഷിക്കരുത്. അതെവിടെയാണ് സംഭവിക്കുന്നത്? തത്വബോധത്തിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ തത്വജ്ഞാനിയെ കുറിച്ചുള്ള അറിവ് തത്വബോധമായി ഒരു ശ്രോതാവിൽ മാറുമ്പോൾ ആണ് ഭാഷ്യകാരൻ ഇവിടെ പറഞ്ഞത്. എന്താണ്? തത്വജ്ഞാനിയെ കുറിച്ചുള്ള അറിവെല്ലാം തത്വബോധത്തിന് വേണ്ടിയാണ്. ഗീതി പറഞ്ഞത് അതിനു വേണ്ടിയിട്ട്. ആ തത്വജ്ഞാനിയെ സംബന്ധിച്ചുള്ള അറിവ്, അല്ലെങ്കിൽ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ്, ആത്മാവിനെ കുറിച്ചുള്ള അറിവ്, ഇതെല്ലാം തത്വബോധമായി മാറും ശ്രോതാവ്. അപ്പോൾ അയാൾ ജാഗ്രതത്തിലല്ല, അയാൾ മഹാജാഗ്രതത്തിലാണ്. അയാൾ കർമ്മനിവൃത്തി സംഭവിച്ചിരിക്കുന്നു, വ്യവഹാര നിവൃത്തി സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ചോദ്യം വരും, ഈ തത്വജ്ഞാനി ഇവിടെ വ്യവഹാരം അതാണ് പറഞ്ഞത്. തത്വജ്ഞാനിയെ സംബന്ധിച്ചുള്ള അറിവാണെങ്കിൽ അത് ജാഗ്രതയാണ്, അവിടെ വ്യവഹാരമുണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതായിരുന്നു. തത്വജ്ഞാനിയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ജാഗ്രതയിൽ തന്നെയാണ് നിൽക്കുന്നത്. അവിടെ വ്യവഹാരമുണ്ട്, തന്നിലുമുണ്ട് അന്യനിലുമുണ്ട്. എന്തുകൊണ്ട്? താൻ ജാഗ്രതത്തിലാണ്. ജാഗ്രതത്തിൽ നിൽക്കുമ്പോൾ തന്നിൽ എങ്ങനെയാണോ വ്യവഹാരമുള്ളത് അതുപോലെ അന്യനിലുമുണ്ട്. ജാഗ്രതത്തിൽ വ്യവഹാരത്തെ ഒഴിവാക്കാൻ പറ്റില്ല. സ്വപ്നത്തിലിരുന്നുകൊണ്ട് സ്വപ്നത്തെ ഇല്ലാതാക്കാൻ പറ്റുന്നില്ലല്ലോ. എപ്പോൾ അതില്ലാതാകുന്നോ അത് ജാഗ്രതയായി. അതുപോലെ നിങ്ങൾ പറയുന്നു തത്വജ്ഞാനിയിൽ വ്യവഹാരമുണ്ട് എന്ന് പറയുന്നു. പറയുന്നത് ശരിയാണ്. എന്തുകൊണ്ട്? തത്വജ്ഞാനിയെ അറിയുന്നതും തത്വജ്ഞാനിയുടെ വ്യവഹാരത്തെ അറിയുന്നതുമൊക്കെ തന്റെ ജാഗ്രതയാണ്. അപ്പോൾ തത്വജ്ഞാനിയിൽ എങ്ങനെയാണോ തനിക്ക് വ്യവഹാരമുള്ളത് അതുപോലെ തത്വജ്ഞാനിയിൽ വ്യവഹാരം കാണും. അവിടെ ക്രിയ, ഇവിടെ പറയുന്ന ക്രിയാകാരക ഫലപ്രത്യയം ഉണ്ടാവും. ഇതെവിടെയില്ലെന്ന് പറയുന്നത്? തത്വബോധത്തിൽ. അപ്പോൾ അത് തന്റെ ജാഗ്രത, തന്റെ തത്വബോധത്തിൽ അവിടെ വ്യവഹാരമില്ല, വ്യവഹാരം നിലനിൽക്കില്ല. അതിനാണ് ഈ വിരോധം പറഞ്ഞത്. സ്വപ്നത്തിൽ വ്യവഹാരം നിൽക്കുന്നു, ജാഗ്രത നിന്നപ്പോൾ ആ സ്വപ്നവും പോയി, വ്യവഹാരവും പോയി.
വ്യത്യാസം വന്നില്ലേ? അവിടെ മനസ്സിലാക്കുന്നു സ്വപ്നത്തിന്റെ തത്വം ഇന്നതാണോ, സ്വപ്നത്തിന്റെ തത്വം മിഥ്യാജ്ഞാനമാണോ, സൃഷ്ടിയുടെ തത്വം അജ്ഞാനമാണോ, ആ ജാഗ്രതയിൽ നാം മനസ്സിലാക്കുന്നു. അതുപോലെ തത്വജ്ഞാനിയുടെ വ്യവഹാരത്തെക്കുറിച്ച് പറയും. വ്യവഹാരം കാണുന്നതുകൊണ്ട് തത്വജ്ഞാനിയെക്കുറിച്ച് അറിഞ്ഞിടത്തോളം മനസ്സിലാക്കിയിടത്തോളം തത്വജ്ഞാനിയിൽ വ്യവഹാരം ഉണ്ടെന്ന് മനസ്സിലാക്കിയാലും തത്വജ്ഞാനി വ്യവഹാരമില്ലെന്ന് മനസ്സിലാക്കിയാലും എല്ലാം തന്റെ ജാഗ്രതാണ്. തന്റെ ജാഗ്രതയിൽ എന്താണോ സംഭവിക്കേണ്ടത് അതേ സംഭവിക്കത്തുള്ളൂ. അപ്പം നമുക്ക് പറയാം അവിടെ വ്യവഹാരം ഉണ്ടെന്ന് പറയാം, ഇല്ലെന്ന് പറയാം. എല്ലാത്തിനും യുക്തിയുണ്ട്. വ്യവഹാരം ഇല്ലെന്നുള്ളതിന് എന്താ യുക്തി? നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു ആ തത്വജ്ഞാനിയിൽ എങ്ങനെയാണോ ജാഗ്രത സ്വപ്നത്തെ ബാധിച്ച അതുപോലെ തത്വജ്ഞാനം വ്യവഹാരത്തെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവിടെ വ്യവഹാരമില്ല. ഇനി വ്യവഹാരം ഉണ്ടെന്നെങ്ങനെ പറയാം? തത്വജ്ഞാനി പറയുന്നത് എങ്ങനെയാണോ ജാഗ്രത സ്വപ്നത്തെ പൂർണ്ണമായും ബാധിച്ചിട്ടും ആ സ്വപ്നത്തിലെ ഭയകമ്പാദികൾ ആനയും കുതിരയും പുലിയൊക്കെ കണ്ട ഭയം മറ്റും ജാഗ്രതത്തിലേക്ക് അനുവർത്തിക്കുന്നത് പോലെ തത്വജ്ഞാനിയിലും വ്യവഹാരം അനുവർത്തിക്കുന്നു. ഇതും പറയാം, രണ്ടും പറയാമല്ലോ. തത്വജ്ഞാനിയിൽ വ്യവഹാരം ഉണ്ടെന്നും പറയാം, തത്വജ്ഞാനിയിൽ വ്യവഹാരത്തെ നിഷേധിക്കും. വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടതായിരുന്നു. വ്യവഹാരത്തെ നിഷേധിക്കുന്നു എന്നും പറയാം. പക്ഷെ ഈ പറയുന്നത് രണ്ടും എന്താണ്? തന്റെ അനുഭവം. ഇത് രണ്ടും തന്റെ ജാഗ്രതാണ്. അവിടെ നിഷേധിക്കാനോ സമർത്ഥിക്കാനോ വഴിയുണ്ട്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു? ഇത് തത്വജ്ഞാനിയെക്കുറിച്ചുള്ള അറിവാണ്. തത്വജ്ഞാനിയെക്കുറിച്ചുള്ള അറിവിൽ താൻ പ്രയോഗിക്കുന്ന യുക്തിയാണ്. പക്ഷെ അത് തന്റെ തത്വബോധമായി മാറുമ്പോൾ തത്വജ്ഞാനിയെക്കുറിച്ചുള്ള അറിവല്ല, തന്റെ ഇവിടെ പറയുന്ന പരമാർത്ഥാത്മീകത്വ പ്രത്യയത്തിൽ താൻ ജാഗ്രതത്തിലേ അല്ല, മഹാജാഗ്രതത്തിലാണ്. അവിടെ എങ്ങനെ വ്യവഹാരം? കാരണം വ്യവഹാരത്തിന് കാരണമായിരുന്ന സ്വപ്നം പോയി, സുഷുപ്തി പോയി, സ്വപ്നം പോയി, ജാഗ്രതം പോയി. പിന്നെ എങ്ങനെ സംഭവിക്കും? നമ്മൾ ജാഗ്രതയിലിരുന്നുകൊണ്ട് സ്വപ്ന വ്യവഹാരം ഇവിടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് നടക്കുമോ? ഒരിക്കലും നടക്കുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ അതിനെ ജാഗ്രത എന്ന് വിളിക്കുന്നു. നമുക്ക് പറയാൻ പറ്റുമോ സ്വപ്ന വ്യവഹാരം ഇവിടെ നടക്കുന്നു? ഒരിക്കലും പറയാൻ കഴിയില്ല. അതുപോലെ ഈ പറയുന്ന തത്വബോധത്തിൽ അതിന് ജാഗ്രതത്തിൽ നിന്ന് വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി മഹാജാഗ്രത എന്ന് പറയുന്നു. ആ മഹാജാഗ്രതത്തിൽ ജാഗ്രതത്തിന്റെ അനുവൃത്തിയില്ല. മിഥ്യാജ്ഞാനവും മിഥ്യാജ്ഞാനത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങളും അവിടെയില്ല. ഇല്ലാത്തതുകൊണ്ട് അയാൾ ഇവിടെ പറയുന്ന ക്രിയാണാം തസാധനാനാം അത്യന്തമേവ നിവൃത്തി, അത്യന്തമായി നിവർത്തിച്ചിരിക്കുന്നു. അപ്പോൾ തത്വബോധത്തിൽ അതില്ല എന്നാണ്. വീണ്ടും നിങ്ങൾ പഴയ ചോദ്യം ചോദിക്കരുത്, എന്താണ് ജ്ഞാനിയിൽ വ്യവഹാരമുണ്ടോ ഇല്ലയോ? അതിന് യുക്തിയിലൂടെ സമാധാനം കണ്ടെത്തണം, അനുഭവത്തിലൂടെ സമാധാനം കണ്ടെത്താൻ പറ്റത്തില്ല. ഇവിടെ പറയുന്നത് ജ്ഞാനിയുടെ കാര്യമല്ല പറയുന്നു, മറിച്ച് തത്വബോധത്തെക്കുറിച്ചാണ്. തത്വബോധത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതൊരു ജ്ഞാനിയുടെ ചരിത്രമായിട്ട് തെറ്റിദ്ധരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിന് യുക്തി ആശ്രയിച്ച് സമാധാനം കണ്ടെത്തണം. മറിച്ച് ഇത് തത്വബോധമായിട്ടാണ് ഇതിന് ശ്രോതാവ് അവന്റെ ബോധമായിട്ടാണ് ഇതിനെ സ്വീകരിക്കുകയാണെങ്കിൽ, പരമാർത്ഥ ആത്മീകത്വബോധമായി സ്വീകരിക്കുകയാണെങ്കിൽ ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞതാണ് എന്താണ്? ബ്രഹ്മവിത്തഃ ക്രിയാണാം തസാധനാനാം ച അത്യന്തമേവ നിവൃത്തി.
അത്യന്തമായ നിവൃത്തിയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ വ്യത്യാസം മനസ്സിലായാൽ ഇവിടെ യാതൊരു സംശയവും വരാൻ ഒരു ചോദ്യത്തിന് ഒരു പഴുതുമില്ല. പക്ഷെ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം, ആത്മജ്ഞാനിക്ക് വ്യവഹാരമുണ്ടോ ഇല്ലയോ? എങ്ങനെ വ്യവഹാരം നിവൃത്തിക്കുന്നു? ആത്മജ്ഞാനി ശിഷ്യന് ഉപദേശം കൊടുക്കുന്നുണ്ട്. ആത്മജ്ഞാനി ലോകസംഗ്രഹ പ്രവൃത്തികൾ ചെയ്യുന്നില്ലേ? ഇതെല്ലാം ആത്മജ്ഞാനിയെക്കുറിച്ചുള്ള പഠനപരമായി ഉണ്ടായ ചോദ്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പഠനമല്ല. പലപ്പോഴും പറഞ്ഞു, പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നതോറും ചോദ്യങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും. പഠനം അവസാനിക്കാതെ ചോദ്യം അവസാനിക്കത്തില്ല. ചോദ്യം തുടരുന്നതോറും സമാധാനവും വന്നുകൊണ്ടേയിരിക്കും. ചോദ്യം അവസാനിക്കാതെ സമാധാനവും അവസാനിക്കത്തില്ല. ഇത് അതല്ല പറയുന്നു. ആത്മബോധം, തത്വബോധം, അവിടെ എന്താണ്? ആ മിഥ്യാജ്ഞാനമില്ല, മിഥ്യാജ്ഞാനത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരമില്ല. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ പറഞ്ഞില്ലെങ്കിലും ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞു ആണ് സ്വപ്നം. ജാഗ്രത് ബോധത്തിൽ അവിടെ സ്വപ്ന ജ്ഞാനവും സ്വപ്ന വ്യവഹാരവും അവിടെ ഇല്ല. വീണ്ടും ശരി, അപ്പോൾ ജാഗ്രത ബോധത്തിലുണ്ടല്ലോ ബോധവും വ്യവഹാരവും ഉണ്ട്. അതാരും ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല, സ്വാനുഭവമാണ്. ജാഗ്രത് ബോധം, ജാഗ്രത് വ്യവഹാരം, സ്വപ്നബാധ, ഇതെല്ലാം സ്വാനുഭവമാണ്. ഇതിന് ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. അതിവിടെ കേവലം ഒരു ദൃഷ്ടാന്തം മാത്രം, യുക്തിക്ക് വേണ്ടിയുള്ള ഒരു ദൃഷ്ടാന്തം മാത്രമായിട്ടാണ്. എന്നിട്ട് ആ തത്വബോധത്തെ ആ ശ്രോതാവ് സ്വയം ഗ്രഹിക്കുകയാണ്. ആ ശ്രോതാവിൽ ഇതുകൊണ്ട് മനനഫലമായി നിശ്ചയാത്മകമായ തത്വബോധം ഉദയം ചെയ്യുക. ആ തത്വബോധത്തിൽ ആണ് ഈ പറയുന്ന കാര്യം. എന്താണ്? അവിടെ ജ്ഞാനവുമില്ല, വ്യവഹാരമില്ല, മിഥ്യാജ്ഞാനവുമില്ല, വ്യവഹാരമില്ല. പിന്നെന്താ അവിടെ പറയുന്നു? പിന്നെ ഉള്ളതിനാണ് പറയുന്നത് പരമാർത്ഥ ആത്മേകത്വ പ്രത്യയം. അവിടെ വ്യവഹാരത്തിൽ നിന്ന് നിൽക്കാൻ വഴിയില്ല. അപ്പോൾ വീണ്ടും ചോദ്യത്തിലേക്ക് പോകരുത്. എങ്ങനെ? അപ്പോൾ ജ്ഞാനി ചെയ്യുന്നത് കാണുന്നു, ആ ജ്ഞാനിയെക്കുറിച്ചല്ല പറയുന്നു. ജ്ഞാനിയെ കാണുകയാണെങ്കിൽ ബാക്കി എല്ലാത്തിനും സമാനം പറയേണ്ടി വരും. മുമ്പൊരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ വ്യത്യാസം മനസ്സിലാക്കും. ഗീതയിലും നമ്മൾ ചർച്ച ചെയ്താണ്. ഈ രീതിയിലല്ലെന്നേ ഉള്ളൂ. അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ശ്രോതാവിന്റെ സ്വരൂപത്തെ കുറിച്ചാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് ശ്രോതാവിന് സ്വസ്വരൂപത്തെ പ്രകാശിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അവിടെ ആ ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നതിന് താല്പര്യമാണ്. അന്യമായൊരു ജ്ഞാനി അങ്ങനെ ഒന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ആത്മവ്യതിരേകമാണ്. നാസ്തി കിഞ്ചിത്ത് എന്ന് പറയുമ്പോൾ ശ്രോതാവിൽ നിന്നും വ്യത്യസ്തനായി ഒരു ജ്ഞാനിയുണ്ട്. കിഞ്ചിത് നാസ്തി എന്ന് പറയുമ്പോൾ ഇല്ല. അപ്പോൾ അവിടെ പറയുന്നു ശ്രുതി അവന് തത്വത്തെ പ്രകാശിപ്പിക്കുന്നു. അതാവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളത് ചർച്ച ചെയ്തതാണ്. അങ്ങനെ ഒരു ബോധം ആവശ്യമുണ്ട്. ഈ സുഷുപ്തി നശിക്കാനും ഈ സ്വപ്നം നശിക്കാനും ഒരു ജാഗ്രത വേണം, ഉണ്ടായാലേ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ജാഗ്രത നശിക്കാൻ ഒരു മഹാജാഗ്രത കൂടിയേ തീരും. അതിനു വേണ്ടിയിട്ടാണ് ഇതിനെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ജാഗ്രതയെ ആശ്രയിച്ചിട്ടല്ലേ എന്ന് ചോദിക്കുന്നു. എന്തുകൊണ്ട് സംഭവിച്ചൂടാ? ജാഗ്രതയെ ആശ്രയിച്ചിട്ട് ഇങ്ങനെ ഒരു മഹാജാഗ്രതയിൽ ഒരാൾക്ക് പോകാൻ കഴിയുമോ? സാധിക്കും. സ്വപ്നത്തെ ആശ്രയിച്ചിട്ട് തന്നെ സ്വപ്നം നശിച്ചത് അല്ലേ? സ്വപ്നത്തിലെ പുലിയെ കണ്ട് ചാടി എണീറ്റ് മറിഞ്ഞു വീണ് സ്വപ്നം പോയില്ലേ? പുലി ഉണ്ടോ ഇല്ലയോ അത് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ സംഭവിക്കും. അതുപോലെ ജാഗ്രതത്തിലെ ഉപായങ്ങൾ മതി. ഇതിന് ജാഗ്രതത്തിൽ ഇതിന് ഉപായം ഉണ്ടാവും. എന്തുകൊണ്ട്? ഈ ഉപായങ്ങളൊന്നും പരമാർത്ഥമല്ല. ഏതെങ്കിലും ഉപായം പരമാർത്ഥമാണ്.
ഗുരു പരമാർത്ഥമാണ്, ശാസ്ത്രം പരമാർത്ഥമാണ്. ഒന്നും ഈ ജാഗ്രതത്തിൽ സ്വീകരിക്കുന്ന രീതിയിൽ പരമാർത്ഥമല്ല, മറിച്ച് ആത്മവിതരേകേണ നാസ്തി എന്നുള്ള ബോധത്തിൽ അത് പരമാർത്ഥമാണ്. വാസ്തവത്തിൽ സ്വപ്നത്തിൽ എന്താ ഉള്ളത്? അവിടുത്തെ ജ്ഞാനവും അവിടുത്തെ വിഷയങ്ങളും എല്ലാം എന്താണ്? ആ കേവലമായ സ്വപ്ന സാക്ഷി മാത്രമാണ്. അവിടെയൊന്നും ബോധ്യപ്പെടുന്നില്ലെങ്കിലും ജാഗ്രത വരവും മനസ്സിലാകുന്നു. അവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. മറ്റെന്താ ഉണ്ടായിരുന്നു? ആനയോ കുതിരയോ കാഴ്ചയോ എന്തെങ്കിലും അവിടെ ഉണ്ടായിരുന്നു? അല്ല, താൻ മാത്രം. അപ്പൊ താൻ മാത്രമാണ് ഇതെല്ലാമായിട്ട് അവിടെ നിന്ന്. ഇവിടെ ഈ ജാഗ്രതത്തിലും താൻ മാത്രമാണ് എല്ലാമായിട്ട് നിൽക്കുന്നത്. ആ രീതിയിൽ പരമാർത്ഥം തന്നെ. മറിച്ചാണെങ്കിലോ അവിടെ വേറെ ആനയെ കാണുന്നു, കുതിരയെ കാണുന്നു, സുഖത്തെ അനുഭവിക്കുന്നു, ദുഃഖത്തെ അനുഭവിക്കുന്നു. അപ്പൊ ഈ ഉപായങ്ങളുടെ ഒന്നിനെ ആശ്രയിച്ചുകൊണ്ട് എന്ത് ചെയ്തു? സ്വപ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ചിലതിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നില്ല. അതുപോലെ ഈ ജാഗ്രതയിൽ ഉള്ള അതിൽ ചില ഉപായങ്ങളെ ആശ്രയിക്കും. ഗുരു, ശാസ്ത്രം തുടങ്ങിയ ഉപായങ്ങളെ ആശ്രയിക്കുന്നു. ആശ്രയിച്ചിട്ട് ഈ ജാഗ്രതയിൽ നിന്ന് രക്ഷപ്പെടുന്നു. അത് തത്വബോധം. ആ ബോധത്തെക്കുറിച്ചാണ് പറയും. തത്വബോധത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ്. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ ഇതിനപ്പുറമൊന്നും, തത്വബോധത്തിനപ്പുറമൊന്നുമില്ലല്ലോ. തത്വബോധമാണ് നമ്മൾ ഗ്രഹിക്കുന്നത്, തത്വബോധമാണ് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നത്. അതിനവിടെ ഒരു തരത്തിലുള്ള ചോദ്യത്തിനും പ്രസക്തിയില്ല. ആ ഒരു തലത്തിലാണ് ഇവിടെ പറയുന്നത് എന്ത്? അതോ വിരോധ ബ്രഹ്മവിദ ക്രിയാണ തസാധനാനന്ദ അത്യന്തമേവ നിവൃത്തി. തന്നിൽ ആത്യന്തികമായ നിവൃത്തി സംഭവിക്കുന്നു. അവിടെ ആണ് പറയുന്നത് നിധിധ്യാസനം എന്ന് പറയുന്നതാണ്. അവിടെയാണ് സംശയം തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്നത്, അജ്ഞാനം മുതലാകുക ഇല്ലാതാകുന്നത്. കേന കിമിതി ക്ഷേപാർത്ഥം വചനം എന്ന് നിഷേധിക്കാൻ വേണ്ടി തന്നെ ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കുകയല്ല. എന്ന യുക്തിയിൽ എന്നാലും ജ്ഞാനിയുടെ വ്യവഹാരം, ജ്ഞാനിയുടെ പ്രാരബ്ധം, അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നില്ലേ? നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ ആ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ശാസ്ത്രത്തിൽ തന്നെ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. യുക്തിയുടെയും ബുദ്ധിയുടെയും ഒക്കെ തലത്തിൽ അങ്ങനെ ഒരു സമാധാനമേ ഉള്ളൂ. അതിനെ ആശ്രയിക്കും. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് പിന്നെ കൂടുതൽ മുന്നോട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒറ്റയടിക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകും. പക്ഷേ ഇവിടെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമല്ല ഇവിടെ പറയുന്നത്. എത്ര വാസ്യ സർവം ആത്മീയവാഭവോ. ഇത് സുഷുപ്തിയെക്കുറിച്ചോ സ്വപ്നത്തെക്കുറിച്ചോ ജാഗ്രതത്തെക്കുറിച്ചാണോ പറയുന്നത്? അതിനപ്പുറമുള്ള ബോധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ബോധത്തിൽ സർവം ആത്മീയവാഭവോ പറഞ്ഞു. ആത്മവിതിരേകേണ നാസ്തി കിഞ്ചിത്. അവിടെ തത്കേന കം ജിഘ്രേത്. അതാണ് കിം കേന കിം. എന്തുകൊണ്ട്, എന്തിനെ, ഏത് കർണം കൊണ്ട്? ജാഗ്രതത്തിലെ കർണം കൊണ്ട്, ജാഗ്രതത്തിലെ വിഷയങ്ങളെ. അതുപോലെ ക്ഷേപാർത്ഥം നിഷേധിക്കുന്നതിന് വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. പൂർണ്ണമായും നിഷേധിക്കുകയാണ്. അവിടെ യാതൊരു ദ്വൈത ബുദ്ധിയുമില്ല, യാതൊരു ദ്വൈത വ്യവഹാരവുമില്ല. അതിന്റെ ഫലങ്ങളുമില്ല. ക്ഷേപാർത്ഥമോചനം പ്രകാരാന്തര അനുപത്തി പ്രദർശനാണ്. മറ്റൊരു തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. പ്രകാരാന്തരങ്ങളൊന്നും, മറ്റൊരു വിശേഷതകളും ഇവിടെയില്ല. ഈ അദ്വൈത ബോധത്തിന് മറ്റൊന്നുമായിട്ടും കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ലെന്നർത്ഥം.
അതിന്റെ ആവശ്യം വരുന്നില്ല. പ്രകാരാന്തരങ്ങളൊന്നും ഇതിനില്ല. അതായത് ഇവിടെ പ്രാരബ്ധം എന്ന് പറയുകയോ അല്ലെങ്കിൽ മറ്റെങ്കിലും ഒരു ദൃഷ്ടാന്തത്തെ എടുത്തിട്ട് ഇത് രജ്ജു സർപ്പം പോലെയാണെന്നോ അല്ലെങ്കിൽ മരുമരീചിക പോലെയാണെന്നോ അല്ലെങ്കിൽ സ്വപ്നം പോലെയാണെന്നോ നമ്മൾ സാധാരണ പറയുമല്ലോ പോലെ 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 എന്ന് പറയുന്നില്ല, യുക്തിക്ക് വേണ്ടി പറയുന്നതാണ്. എങ്ങനെയിരിക്കും നമ്മൾ തത്വജ്ഞാനി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ്. തത്വജ്ഞാനായി മനസ്സിലാക്കാൻ ശ്രമിക്കാൻ യുക്തി വേണം. ഒരു അത് ഏതുപോലെ ആയിരിക്കും പറയും, അത് മരുമരീചിക പോലെയായിരിക്കും, പറയും അത് സ്വപ്നം പോലെ ആയിരിക്കും. ഓരോ പ്രകാരങ്ങളിൽ അതിനെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ ഒരു വെളിച്ചം കൊടുക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്, പല സ്വപ്നങ്ങളും കണ്ടുകൊണ്ടിരുന്നിട്ട് ഏതോ ഒരു സ്വപ്ന ദൃശ്യം അവനെ സ്വപ്നത്തിൽ നിന്ന് മാറ്റുന്നു. അതുപോലെ പലതും കണ്ടുകൊണ്ടിരുന്നു. അതുപോലെ ഈ പറയുന്ന പല പ്രക്രിയകൾ, ഈ പ്രക്രിയകൾ സഹായിക്കുന്നുണ്ട്. പക്ഷെ വാസ്തവത്തിൽ ഈ ഒരു പ്രക്രിയയും പൂർണ്ണമല്ല. ഇവിടെ പ്രകാരാന്തരങ്ങൾ ഒന്നുമല്ല. ഓരോരോ വിശേഷതകൾ പറഞ്ഞ് ഇതിനെ ബോധിപ്പിക്കാൻ ധരിപ്പിക്കാനൊന്നുമില്ല. ഇവിടെ എന്താ പറയുന്നത്, പ്രകാരാന്തര അനുഭൂതി പ്രകാശം. അതിലൊക്കെ അയുക്തികളുണ്ട്. ഏത് യുക്തി പറഞ്ഞാലും അതിൽ അയുക്തിയുണ്ട്. എല്ലാത്തിലും പോരായ്മകളുണ്ട്. എല്ലാ ദൃഷ്ടാന്തങ്ങളിലും പോരായ്മയുണ്ട്. തത്വജ്ഞാനി ഏതെല്ലാം തരത്തിൽ വിശദീകരിക്കാൻ ശ്രമിച്ചാലും ശരി പോരായ്മയുണ്ട്. പക്ഷെ പോരായ്മയില്ലാത്ത ഒരു സ്ഥലമേ ഉള്ളൂ, തത്വം. അതില് പോരായ്മയില്ല. എന്തുകൊണ്ട്? അവിടെ നിശ്ചയാത്മകമായ ജ്ഞാനമാണ്, തത്വബോധം. അവിടെ പിന്നെ അജ്ഞാന സംശയ വീര്യങ്ങളില്ല, ചോദ്യങ്ങളില്ല. ആ തത്വജ്ഞാനിയെ കുറിച്ചുള്ള പഠനമല്ല, തത്വത്തെക്കുറിച്ചുള്ള അവബോധമാണ്, അല്ലെങ്കിൽ തത്വത്തിന്റെ അനുഭൂതിയാണ്. അതിനാണ് ഇവിടെ പറയുന്നത് എത്ര സർവം ആത്മീയഭൂ. ഇവിടെയാണ് എല്ലാം ആത്മാവായി തന്നെ തീർന്നത്. തത്കേനകം പശ്യേ. അത് വീണ്ടും പറയുന്നു, കേനചിതവിപ്രകാരേണ ക്രിയാകരണാദികാരക അനുപത്തേഹി. ആ തത്വബോധത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഈ ദ്വൈതത്തെ സമർത്ഥിക്കുന്നതിന് യാതൊരു യുക്തിയില്ല. അവിടെ ക്രിയാകരണാദികാരകാനുപത്തേഹി കേനചിത് കഞ്ചിത് കശ്ചിത് കഥഞ്ചിത് ജിഘ്രേ. അതിനെ എന്താണ്, ക്രിയാകരണാദികാരകാനുഭവത്തെ കുറിച്ച് പറയുകയാണ്. കേനചിത് ഏതെങ്കിലും ഒരു ഉപായത്തിലൂടെ ഈ തത്വത്തിൽ വ്യവഹാരത്തെ സമർത്ഥിക്കുക. ഏതെങ്കിലും ഒരു ഉപായത്തിലൂടെ സാധ്യത. തത്വജ്ഞാനിയിൽ നിന്നൊക്കെ സമർത്ഥിക്കുക. അവിടെ പറയും സ്വപ്നം പോലെ അത് വന്നതാണ് അല്ലേ, അവിടെ നിങ്ങൾക്ക് പറയാം. കാരണം തത്വജ്ഞാനിയെ നിങ്ങൾ വേറെ കാണുന്നുണ്ടോ? തത്വജ്ഞാനി നമ്മൾ പഠിച്ചു വച്ചിരിക്കുകയാണ്, നമ്മുടെ പഠന വിഷയമാണ്. അതുകൊണ്ടവിടെ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് സമാധാനിക്കാം. എന്തുകൊണ്ടാണ് വ്യവഹാരം നടക്കുന്നത്? പ്രാരബ്ധമാണ്, പൂർവ്വപൂർവ്വ ജന്മങ്ങളിൽ നിന്ന് ആർജിച്ചതാണ്. ഈ ജന്മത്തെ കുറച്ച് ശേഷിച്ചിരുന്നു. തത്വജ്ഞാനം കൊണ്ട് കർമ്മങ്ങളെല്ലാം നശിച്ചു, പ്രാരബ്ധം നശിച്ചില്ല. ഇങ്ങനെയുള്ള പല യുക്തികളുമുണ്ട്. ആ യുക്തികളെല്ലാം പറഞ്ഞ് സമർത്ഥിക്കാൻ ഒരുപാട് പണിയുമുണ്ട്. കഞ്ചിത് എന്തിനെങ്കിലും ഒന്നിനെ അവിടെ നമുക്ക് സമർത്ഥിക്കാം. കശ്ചിത് ഏതെങ്കിലും ഒരുവൻ അതിന് സമർത്ഥിക്കാൻ കാണും. തത്വജ്ഞാനത്തെ നമ്മൾ പറയുന്നില്ലേ, തത്വജ്ഞാനത്തെ നമ്മൾ പറയുന്നില്ലേ. തത്വജ്ഞാനത്തെ നമുക്ക് രണ്ടു തരത്തിൽ പറയാം. ഒന്നെന്താണ്, തത്വജ്ഞാനത്തെ നമുക്ക് ഗ്രഹിച്ചിട്ട് പറയാം. അപ്പോൾ തത്വജ്ഞാനത്തെ ഗ്രഹിച്ച് പറയുമ്പോൾ തത്വം
തത്വജ്ഞാനി, തത്വജ്ഞാനത്തിന്റെ ഉപായങ്ങളെല്ലാത്തിനെയും നമ്മൾ ഗ്രഹിക്കുന്നു, നമ്മൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നു, എന്നിട്ട് നമ്മൾ പറയുന്നു. അങ്ങനെയാണ്. അതും ഒരു നല്ല കാര്യം തന്നെയാണ്. സത്സംഗം നല്ല കാര്യമാണ്. അതിനെ ഗ്രഹിച്ച് നമ്മൾ പറയുന്നു. ഇനി മറ്റൊന്നുണ്ട്, എന്താണ്? തത്വനിഷ്ഠയിൽ അതിനെ പ്രകാശിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം. അവിടെ തത്വത്തെക്കുറിച്ചല്ല പറയുന്നത്, തത്വജ്ഞാനിയെക്കുറിച്ചല്ല പറയുന്നത്. പിന്നെ എന്താണ്? അത് തത്വത്തിന്റെ തന്നെ പ്രകാശനമാണ്. തത്വത്തിന്റെ തന്നെ പ്രകാശന രൂപത്തിലാണ് തത്വനിഷ്ഠമായി വെളിപ്പെടുത്തുക. അത് പറഞ്ഞല്ലോ, സൂര്യൻ അത് ഗോളമായിരിക്കെ തന്നെ, അതൊരു പിണ്ഡമായിരിക്കെ തന്നെ അതിന്റെ പ്രകാശം ചുറ്റുപാടും പ്രകാശിക്കുന്നുണ്ട്. പ്രകാശത്തിന് വേണ്ടി അവിടെ പോകേണ്ട കാര്യമില്ല. പ്രകാശം ആവശ്യമുള്ളിടത്തെത്തുന്നു. എന്താണ് അതിന്റെ സ്വഭാവം? അതിന് വേറൊന്നും പറയാൻ. തത്വനിഷ്ഠയിൽ ശ്രുതി അങ്ങനെ വെളിപ്പെടുത്തുന്നു. തത്വനിഷ്ഠയിലാണ് വെളിപ്പെടുത്തുന്നത്. തത്വജ്ഞാനി അങ്ങനെ വെളിപ്പെടുത്തുന്നത്. തത്വനിഷ്ഠയിൽ വെളിപ്പെടുത്തുന്നു. അവിടെ ഒരു തത്വജ്ഞാനിയെ ദൃഷ്ടാന്തമാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദൃഷ്ടാന്തങ്ങളെ അല്ല എന്ന് പറയുന്നു. അതിന്റെ തന്നെ പ്രകാശം. അവിടെ ബഹിർമുഖമായ പഠനത്തിലൂടെ അല്ല ഇതിനെ വെളിപ്പെടുത്തുന്നത്, മറിച്ച് ആത്മനിഷ്ഠമായ ശ്രവണ മനനങ്ങളിലൂടെയുള്ള നിശ്ചയം, ആത്മബോധം, അതിനാണ് വെളിപ്പെടുത്തുന്നത്. അങ്ങനെയാണ് സൂര്യന്റെ പ്രകാശത്തിൽ അവിടെ ഇരുളില്ലാതിരിക്കുന്നത്. അതിന് ഇല്ലല്ലോ, അത് പൂർണ്ണപ്രകാശമാണ്. അവിടെ അജ്ഞാനം, സംശയം, വിപരീയം അതൊന്നും അവിടെ ഇല്ല, അവിടെ വരാൻ വഴിയില്ല. അപ്പോൾ തത്വത്തിന്റെ പ്രകാശത്തിൽ അത് വരത്തില്ല. തത്വബോധത്തെ നമ്മൾ ഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഇതെല്ലാം കടന്നു വരും. അതുകൊണ്ടാണ് പറയുന്നത് ശ്രവണം, തത്വശ്രവണം എന്ന് പറയുന്നത് ആത്മനിഷ്ഠമായിരിക്കണം, അന്തർമുഖമായിരിക്കണം. അന്തർമുഖമായിരിക്കുന്നവൻ പിന്നെ അത് അവിടെ തന്നെ എന്ത് പറയുന്നത്, അതിന്റെ പഠനം എന്ന് പറയുന്ന രീതി മാറുന്നു. അവിടെ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? അവിടെ പറയുമല്ലോ, തത്വത്തെ ആരെയും ബോധിപ്പിക്കുന്നില്ല, ആരെയും പഠിപ്പിക്കുന്നില്ല. തത്വത്തെ ആരിൽ നിന്നും ഗ്രഹിക്കാൻ കഴിയില്ല. മറിച്ചെന്താണ്? അത് സ്വയം പ്രകാശിക്കുന്നത്. അതിനെ പ്രകാശിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നിഷ്ഫലമാണ്. ശ്രമിക്കാം, സൂര്യനെ പ്രകാശിപ്പിക്കാൻ വേണ്ടി മെഴുകുതിരി ശ്രമിച്ചെന്നിരിക്കും, പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല, അത് നിഷ്ഫലമാണ്. അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ആത്മനിഷ്ഠത കൈവരുന്നത് വരെ ഇത് നിഷ്പ്രയോജനമാണ്, പ്രയോജനം ചെയ്യുന്നില്ല. എന്താണ് അതിന്റെ പ്രയോജനം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പരമപ്രയോജനം അത് ചെയ്യുന്നില്ല. ആത്മബോധം എന്ന് പറയുന്ന പ്രകാശം അത് ചെയ്യുന്നില്ല. അത് ആത്മനിഷ്ഠയിലേക്ക് വരുമ്പോൾ അത് അതിന്റെ പ്രയോജനമാണ് ആത്മബോധം. അവിടെ ആണ് പറയുന്നത് എന്താണ്? കഥഞ്ചിത് ഒരു തരത്തിലും അവിടെ ഈ പറയുന്ന തരത്തിലുള്ള വ്യവഹാരങ്ങൾ നമ്മളെ സമർത്ഥിക്കേണ്ട ആവശ്യം വരുന്നില്ല, അതിനുവേണ്ടി പണിപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. അതിന്റെ ഇല്ലായ്മയാണ് ഭാഷ്യകാരൻ പറയുന്ന സർവകർമ്മ നിവൃത്തി. ജിഘ്രേ ദേവ, അതൊരു ഉദാഹരണമായിട്ട് പറയുന്നു. ആ തത്വം അല്ലെങ്കിൽ ആ തത്വബോധത്തിൽ ഈ പറയുന്ന ഘ്രാണം, ശ്രവണം, മനനം ഇത് സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ആ തത്വബോധത്തിൽ അത് സംഭവിക്കുന്നില്ല. അതങ്ങനെ ഈ നമ്മൾ ഈ മണക്കുകയും രുചിക്കുകയൊക്കെ ചെയ്യുന്നു, അത് സമ്മതിക്കുന്നു അല്ലേ? സ്വപ്നത്തിൽ മണക്കുകയും രുചിക്കുകയൊക്കെ ചെയ്തു,
അത് സംഭവിച്ചു. ജാഗ്രതത്തിൽ അത് സംഭവിക്കുന്നു. ഇവിടെ പറയുന്ന ജാഗ്രതയെക്കുറിച്ചല്ല പറയുന്നു. തത്വബോധത്തിൽ സംഭവിക്കുന്നു. ആ തത്വത്തിൽ സംഭവിക്കുന്നുണ്ടോ? ആ തത്വത്തിൽ പിന്നെ ഒരു തത്വബോധമുണ്ടോ? തത്വത്തിൽ തത്വബോധമുണ്ടോ? പറഞ്ഞല്ലോ, സൂര്യനിൽ അതിന്റെ പ്രകാശമുണ്ടെങ്കിൽ, ദീപത്തിൽ അതിന്റെ പ്രകാശമുണ്ടെങ്കിൽ തത്വത്തിൽ തത്വബോധമുണ്ട്. അവിടെ അത് സംഭവിക്കുന്നില്ല. ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള വ്യവഹാരങ്ങൾ സംഭവിക്കുന്നില്ല. പിന്നെ തത്വബോധം ഇല്ല എന്ന് ചിലടത്ത് പറയും. അങ്ങനെ തത്വമേ ഉള്ളൂ, തത്വബോധം എന്ന് പറയുന്ന ഒന്നില്ല എന്ന് നമ്മൾ പറയും. നമ്മളിന്നിപ്പോ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ട് പറയുന്നു? എന്ന് പറയുന്നില്ലേ, നമ്മൾ ജ്ഞാനിയെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ഇത് നമ്മൾ തത്വബോധമാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഭ്രമാത്മകമായൊരു തത്വബോധം അതില്ല. കാരണം അത് തത്വബോധമല്ല, അല്ലാത്തതിനെന്ന് പറയാൻ പറ്റും. ആത്മാവിനെ കുറിച്ച് പഠിക്കുന്നു, അനാത്മാവിനെ കുറിച്ച് പഠിക്കുന്നു, തത്വജ്ഞാനിയെക്കുറിച്ച് പഠിക്കുന്നു, മോക്ഷത്തെക്കുറിച്ച് പഠിക്കുന്നു. തത്വബോധമല്ല. എന്തുകൊണ്ട്? അത് അവിഷയമാണ്. അതിനെ പ്രകാശിപ്പിക്കാൻ ഒരു ജ്ഞാനമില്ല. അവന്റെ തത്വമേ ഉള്ളൂ, തത്വബോധമില്ല എന്ന് പറയും. എന്നാൽ ഇവിടെ ഈ തലത്തിലെത്തുമ്പോൾ തത്വബോധത്തെ അംഗീകരിക്കുന്നു. എന്തുകൊണ്ട്? അത് തത്വത്തിന്റെ പ്രകാശമാണ്. കഠോപനിഷത്തിന് ചർച്ച ചെയ്തതാണ്. ആ തത്വപ്രകാശം എന്നുള്ള നിലയ്ക്ക് അതിനെ അംഗീകരിക്കാം. അവിടെ ഒരു തരത്തിലുള്ള ഉപനിഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. വ്യവഹാരവും നിലനിൽക്കുന്നില്ല. ഓം ശാന്തി ശാന്തി.